പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും
നിന്നെ സന്ധിക്കട്ടെ ദൈവവേദലെ. മനസ്സ്, ശരീരം, ആരോഗ്യം, ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കൾ ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും, നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ, പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവർ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവർ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ഏറ്റെടുക്കുകയും നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിൻ്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാമ്പുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയണത് സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് ഉടമ്പടി. ഉടമ്പടിയിൽ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, അതായത് പ്രാവീണ്യം, നൈപുണ്യം എന്നൊക്കെ അർത്ഥം. അതിൻ്റെ അകത്തൊരു ഞാൻ അനുതാപത്തെക്കുറിച്ച് ഇന്നലെ പറഞ്ഞത്. ഇന്ന് പറയാൻ പോണത് ഇതിൻ്റെ പ്രൊഫഷണലിസമാണ്. പക്ഷെ എന്ന് പറയുമ്പോൾ മിടുക്ക്, കാര്യക്ഷമത എന്നൊക്കെ പറയും. ഉടമ്പടി മിടുക്കോട് ചെയ്യുന്നതും മിടുക്കുള്ള ഉടമ്പടി ജീവിതം, കാര്യക്ഷമമുള്ള ഉടമ്പടി ജീവിതം. അതെന്താണ്? ആദ്യം നമ്മൾ ചെയ്തത് അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. പ്രൊഫഷണലിസം പറയുന്നത് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യാനാണ് അതിൻ്റെ അകത്ത് പ്രൊഫഷനായിട്ടുള്ളത്. അത് ബൈബിളിൻ്റെ ഡൈനാമിക്സ് പ്രിൻസിപ്പിളാണ്. എന്താണ് ഈശോ പറഞ്ഞില്ലേ, നിത്യജീവൻ പ്രാപിക്കാൻ പോലും ഉടമ്പടിയാണ് പ്രോബലാണുള്ളത്. എന്താണ്? നീയും പോയി അതുപോലെ ചെയ്യുക. അതല്ലേ ലൂക്ക 10:37. യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക. അതാണ് വിഷയം. ഓക്കെ, ഇതിന്റെ പ്രൊഫഷണലിസം ഇരിക്കണതാണ്. നീയും പോയി അതുപോലെ ചെല്ലുക എന്നല്ല. എന്താ വേണ്ടത്? നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി പോരും. അനുദിന ജീവിതമാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? അവൻ പറയണ പോലെ ചെയ്യുക. ചെയ്തോളാമെന്നാണ് നമ്മൾ ഉടമ്പടി എടുക്കണത്. ഇനി അത് അനുദിന ജീവിതം. വീഞ്ഞില്ല, വീടില്ല, ജോലിയില്ല, വിവാഹം നടക്കണില്ല, മക്കളില്ല എന്ന് പറഞ്ഞാൽ അനുദിന ജീവിതം. നിത്യജീവിതം എന്താ? ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, നിനക്ക് എല്ലാത്തിനും ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോൾ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ ആരാണ് എൻ്റെ അയൽക്കാരൻ? അവൻ ചോദിക്കും. അപ്പോൾ പറയും, ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. പിന്നെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അവസാനം ഈശോ പറയും, ഇതിൽ ആരാണ് അയൽക്കാരൻ? അപ്പോൾ പറയും, ആ സമരക്കാരനല്ലേ ആ രക്തവഗ്രഹ മരണവേദന അനുഭവിച്ച മനുഷ്യനെ സത്യത്തിൽ കൊണ്ടുപോയത്, അപ്പം അവനാണ് അയൽക്കാരൻ. അപ്പോൾ ഈശോ പറയും, നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതാണ്. അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും ഇതിൻ്റെ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെല്ലുകയല്ല, ചെയ്യുകയാണ്. ആര് കൃത്യമായിട്ട് വചനാധിഷ്ഠിതമായിട്ട് ചെയ്യുന്നുവോ അതിനാണ് ഇതിൻ്റെ അകത്ത് വരുന്ന മിടുക്ക് വരണം. അവനാണ് മിടുക്ക് വരണത്. അതിലാണ് അതിൻ്റെ അകത്ത് വരുന്ന ഉടമ്പടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ വേദിയിൽ വന്ന് സാക്ഷ്യം പറയുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർത്തതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സോജ. ഇതെൻ്റെ ഭർത്താവാണ് ഷിബു ജോൺ, മകൾ ദിയ ഷിബു. ഞങ്ങൾ കടവന്ത്രയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് കടവന്ത്രയിൽ 10 സെൻറ്റ് സ്ഥലവും 2 വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നു ഭർത്താവിന്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് പത്രത്തിലൂടെയാണ് ആദ്യമായി കേട്ട് തുടങ്ങിയത്. ഞങ്ങൾക്ക് ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് വന്നു തുടങ്ങി. ആദ്യമായി തന്നെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ്സായിട്ട് ഞങ്ങളുടെ പഴയ തറവാട്ടിലാണ് ഞങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ വീടും നഷ്ടമായി. അങ്ങനെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ചെറിയൊരു കടയിലേക്ക് ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു. എന്നാലും ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ മകന് ശാരീരികമായി പല ബുദ്ധിമുട്ടുകൾ വന്നു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭർത്താവ് കടയിൽ നിന്ന് വരുമ്പോൾ കൃപാസനം പത്രം കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെച്ചു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പത്രം കാണും, വായിക്കും, എടുത്ത് വയ്ക്കുമായിരുന്നെങ്കിലും ഉടമ്പടിയെക്കുറിച്ച് അധികമൊന്നും ചിന്തിച്ചിരുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അന്ന് ഞാൻ പെട്ടെന്ന് പത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഉടമ്പടി എന്ന വാക്കാണ്. അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഉടമ്പടി എടുത്തോളാം. അങ്ങനെ ഞാനും എൻ്റെ 2 മക്കളും കൂടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ ചെന്നതിന് ശേഷം ഞങ്ങൾ കുറച്ചായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായി അധികം പൈസയൊന്നും കയ്യിലില്ലായിരുന്നു. അപ്പോൾ എന്നാൽ 2 സെൻറ്റ് സ്ഥലമെങ്കിലും ഞങ്ങൾക്ക് കട തുടങ്ങാനായിട്ട് വേണമെന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നു. ഞങ്ങൾ ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലവും അവിടെ കടവന്ത്രയിൽ തന്നെ വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നേടിത്തന്നു. അത് ഞങ്ങൾക്ക് യാതൊരു മെറിറ്റും ഇല്ലായിരുന്നു, പൈസയില്ല. പക്ഷേ ഒരു ലോൺ എങ്ങനെ ശരിയാക്കി തന്നു. പെട്ടെന്ന് തന്നെ ജാനുവരിയിൽ 3 മാസം 90 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അമ്മ മാതാവ് 4 സെൻറ്റ് സ്ഥലം കടവന്ത്രയിൽ വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം തന്നു. അവിടെ തന്നെ വേറൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുഗ്രഹവും തന്നു. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി രോഗശാന്തിയും ഇതെല്ലാം തന്നിരുന്നു. എനിക്കും മകനും ഒക്കെ രോഗത്തിന് നല്ല ഞങ്ങൾ തൈലം എന്തെങ്കിലും അസുഖം വരുമ്പോൾ തന്നെ ഞങ്ങൾ തൈലവും വെഞ്ചിരിച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ഇവിടെ ഇത് പുതുക്കാൻ വന്നപ്പോൾ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് സിസ്റ്റർ എന്നോട് ചോദിച്ചു, മോളെ സാക്ഷ്യമൊന്നും പറയുന്നില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ, ഞാൻ ഏറ്റവും അതിൽ ഏറ്റവും ആഗ്രഹിച്ച് മാതാവിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഒരു വീട് ലഭിക്കുവാനായിരുന്നു. അപ്പോൾ ആ വീട് ലഭിക്കാൻ അപ്പോൾ എന്തുകൊണ്ടാണ് വീട് വയ്ക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്തോ തടസ്സങ്ങളാണ്, സ്ഥലമുണ്ട് പക്ഷേ വീട് വയ്ക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഉപ്പിട്ട് പ്രാർത്ഥിക്കുക, അവിടെ പോയിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം എന്നും ഞാനും ഭർത്താവും ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ദിവസവും പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾ തൈലമൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്കിവിടെ വന്ന് എൻ്റെ ഉടമ്പടി അത് പുതുക്കാൻ സാധിക്കാതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒക്ടോബർ 25 ഇവിടെ ജപമാല റാലി നടക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും വന്ന് കൂടണമെന്നുണ്ടായിരുന്നെങ്കിലും സാഹചര്യങ്ങൾ ഒത്തുവരുന്നില്ലായിരുന്നു. പക്ഷേ ഒക്ടോബർ 23 ആയപ്പോൾ എൻ്റെ സിസ്റ്ററും എൻ്റെ ഒരു ഫ്രണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പോവാം ഒരുമിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജപമാല റാലിയിൽ വന്ന് പങ്കെടുത്തു. അതിനുശേഷം ഒക്ടോബർ 25 ആയിരുന്നു റാലി. 26 ഞങ്ങൾ കടയിൽ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു ഫ്ലാറ്റ് വിൽക്കാനുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പൈസയും ഇല്ല. ഞങ്ങൾ അങ്ങനെ ഒരു വീടെന്നുള്ള ഇതിൽ നിന്നിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും പറഞ്ഞതല്ലേ, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ പോയി ഫ്ലാറ്റ് കണ്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇടവക പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഫ്ലാറ്റ്. അങ്ങനെ ഞങ്ങൾ പക്ഷേ അപ്പോഴും ലോൺ ശരിയാകുമോ, കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു ലോൺ തരാനുള്ള എലിജിബിലിറ്റി ഒന്നും ഞങ്ങൾക്കില്ലയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു. അന്നോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ആദ്യം തന്ന ലോണിൻ്റെ അവർ തന്നെ ഞങ്ങൾക്ക് ലോൺ തരാമെന്ന് വിളിച്ചു പറഞ്ഞു. 1 മാസം കൊണ്ട് ഡിസംബറിൽ കൊണ്ട് എല്ലാം പൂർത്തീകരിച്ചു. ഈ ചൊവ്വാഴ്ചയായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ. ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ പുതിയ ഫ്ലാറ്റിൻ്റെ താക്കോലുമായിട്ടാണ്. അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അമ്മ വഴി കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ഇതൊന്നും ഞങ്ങളുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും സോജ ഇവിടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതിന് ഞങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊന്നും പകരമല്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ചെറിയ തോതിലെങ്കിലും ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുകയാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ഈ കൃപാസനം പത്രം ഞങ്ങൾ 2 പേരും ജോലി ചെയ്യുന്ന 2 ചെറിയ സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന പള്ളികളുണ്ട്, അവിടെയെല്ലാം നടന്ന് ഭക്തജനങ്ങൾക്കിടയിൽ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങൾ ഉച്ചഭക്ഷണപ്പൊതി മാസത്തിലൊരു ഞായറാഴ്ച ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. ഒരു 3 മാസം അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി പിടിവലി കൂടണതുകൊണ്ട് അത്രയും പേർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കണില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു തീരുമാനം എടുത്ത് എറണാകുളത്ത് തന്നെ, സ്ഥലം പറയണില്ല,
വൈകല്യമുള്ള ഒരു 22 പെൺകുട്ടികളെ നോക്കി നടത്തുന്ന ST കോൺവെൻറ്റ് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. മാസത്തിൽ ഒരിക്കൽ അവിടെ പോയി ആവുന്നത് ലാസ്റ്റ് ഞായറാഴ്ച ചെന്ന് അവർക്ക് ചെറിയൊരു സാമ്പത്തിക സഹായം കൊടുത്തും അവരോട് സംസാരിച്ച് അവർക്കൊരു പ്രചോദനമൊക്കെ കൊടുത്ത് അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്കും അവരെ നോക്കുന്ന സിസ്റ്റേഴ്സിനും ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു കടയായിട്ടിരിക്കണതുകൊണ്ട് ഒരുപാട് ആളുകൾ, ഭക്ഷണം ഇല്ലാത്ത ആളുകൾ വരുമ്പോൾ ഒരു ദിവസം ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും മേടിച്ചു കൊടുക്കാൻ ദൈവാനുഗ്രഹത്താൽ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരുപാടല്ലെങ്കിലും 2 കിലോ 3 കിലോ 5 കിലോ, ചിലർ പറയും ഞങ്ങൾക്ക് ഒരു അരി മേടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു തന്ന മാതാവിൻ്റെ കൃപയ്ക്ക് പൂർണ്ണമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി വ്യത്യാസം വന്നു. ഞാൻ ധ്യാനം കൂടാൻ തുടങ്ങിയപ്പോഴാണ്, ആദ്യമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും നമുക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രം, യേശുവിൻ്റെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ലായിരുന്നു. അപ്പോൾ ധ്യാനത്തിലൂടെയാണ് എനിക്കത് മനസ്സിലായത്. ഈ ഭൗതിക ആവശ്യങ്ങളെല്ലാം നമ്മുടെ അനുഗ്രഹങ്ങളാണ്, നമുക്ക് വേണ്ടത് ദൈവകൃപയാണ് എന്ന്. അപ്പോൾ ഇനിയും തുടർന്നുള്ള ജീവിതം ദൈവകൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ ജീവിക്കുന്നത്. ഞാനൊരു അനുഗ്രഹം പറയാൻ വിട്ടുപോയിരുന്നു. എൻ്റെ മോള് 10th നല്ലൊരു മാർക്കോടുകൂടി ജയിക്കുവാനായിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു. അതിൽ മോൾക്ക് CBSEക്ക് 90% മാർക്കോടുകൂടി പാസ്സാകുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ മോനിന്നിവിടെ വരാൻ സാധിച്ചിട്ടില്ല. അവന് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു ജോലിയും ലഭിച്ചു. എയർപോർട്ടിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അമ്മയ്ക്കും തിരുകുമാരനും ഒരിക്കൽ കൂടി 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അവർ സ്നേഹത്തിൽ എന്നോടൊട്ടി നിന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 90:14 നാം ദൈവത്തെ സ്നേഹത്തോടെ പിടിച്ചു നിൽക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവനാമത്തെ അറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ രക്ഷിക്കും, ദൈവം നമ്മെ ഉയർത്തും, ദൈവം നമ്മെ നയിക്കും. ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആത്മാർത്ഥമായ ഒരു ബന്ധമാണ് ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം. നമ്മളോട് ഒട്ടി നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേതും. നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൃപാസന അമ്മയെന്നുമാണ് ഈ മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. സോജ ഷിബു എന്ന മകളുടെ സാക്ഷ്യം നമ്മൾ കേട്ടു. ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ് ഒരു കൃപാസനത്തിലൊരു പത്രം ആ മകളുടെ കൈകളിലേക്ക് വരുന്നത്. പല പ്രാവശ്യവും നമ്മൾ കൊടുക്കുന്ന ഓരോ പത്രവും ഇങ്ങനെയാണ് ഓരോരുത്തർ വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ ഒരു മാറ്റം വരുത്തുന്നത്. ഏതോ ബുദ്ധിമുട്ടുകളുടെ സങ്കടത്തിൻ്റെ നടുവിൽ ഒരു കച്ചിത്തുരുമ്പ് പോലെയാണ് ഈ ഒരു പത്രം അവരുടെ കൈകളിലും കിട്ടിയത്. ആ പ്രയാസങ്ങളുടെ നടുവിലാണ് പത്രം വായിച്ചു. പിന്നീട് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന്, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തത്. പിന്നീടാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം. ദൈവത്തോട് ആത്മാർത്ഥമായ ബന്ധം പുലർത്തിയപ്പോഴും ഉടമ്പടിയിലൂടെ നടത്തപ്പോഴാണ് ഇവിടെ ജീവിതത്തിൽ ഒരു പുത്തൻ വഴികൾ ദൈവം തെളിച്ചു കൊടുത്തത്. പിന്നീട് വാടകയ്ക്ക് 5 വർഷം താമസിക്കുന്ന ഇവർക്ക് ഒരു സ്ഥലം മേടിക്കാൻ സാധിച്ചു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങി. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെയാണ് ഇതെല്ലാം സ്ഥലം മേടിക്കാൻ സാധിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. 5 വർഷം വാടക വീട്ടിൽ താമസിച്ചിരുന്നപ്പോഴാണ് ഉടമ്പടി എടുത്ത ഉടനടി ഇവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നായി വർഷിച്ചു കൊടുക്കുന്നത്. പിന്നീടാണ് മകളുടെ CBSE എക്സാം നോട്ട് ബൈ ബ്രെയിഡ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് പറഞ്ഞത്. മോൾക്ക് അത്ര വലിയ പഠിത്തത്തിൽ വലിയ ഇതില്ലായിരുന്നു. പിന്നീട് പരീക്ഷ ഈ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്, അമ്മയുടെ കൃപയാലാണ് നല്ലൊരു ഗ്രേഡ് കിട്ടി മോൾക്ക് പാസ്സാകാൻ സാധിച്ചത്, 90%. പിന്നെ ഉണ്ടായിരുന്ന ജപമാല റാലിയിൽ അസാധ്യമായ ഒരു കാര്യമാണ് ഒരു വീടെന്ന് പറഞ്ഞത്. ആ നിയോഗം വെച്ചാണ് ജപമാല റാലിയിൽ കൊന്ത ചൊല്ലിയത്. അന്ന് തന്നെ ആ റാലി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഞായറാഴ്ച ഒരു ചേട്ടൻ്റെ ഒരു ഇടപെടൽ. ഇതാണ് മാതാവിൻ്റെ ഓരോ ഇടപെടലെന്ന് പറയുന്നത്. വെറുതെ ഒരു ചേട്ടൻ വന്നു ചോദിച്ചു,
വന്നപ്പോഴത്തേന് ഫ്ലാറ്റിൻ്റെ കാര്യം പറഞ്ഞു, അതിനെപ്പറ്റി സംസാരിച്ചു. വിതിൻ നോ ടൈം, ഒരു ഷോർട്ട് ടൈമിലാണ് അതിൻ്റെ ആ ഫ്ലാറ്റ് ഉണ്ടെന്ന് അറിഞ്ഞതും പിന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നതും. പിന്നെ അവർ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനാണ്. പുതിയ ഫ്ലാറ്റിൻ്റെ താക്കോലുമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇന്നിവർ വന്നിരിക്കുന്നത്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതം. ഉടമ്പടി എടുത്ത ഉടനടി പരിശുദ്ധ അമ്മയും ഈശോയും ഇവരോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന, നമ്മളെയും അവരോട് ചേർത്ത് നിർത്തുന്നു, അവർ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ് നമ്മളോട് ഷെയർ ചെയ്തത്. ഉടമ്പടി എടുക്കുന്നത് മക്കളുടെ ജീവിതത്തിൽ തേങ്ങിക്കിടക്കുന്ന ഇന്നലകളല്ല, പ്രത്യാശയോടെ നോക്കുന്ന ഇന്നത്തെ ദിവസമാണ് ഉടമ്പടി ജീവിതം മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഉടമ്പടിയിൽ നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഭാവിയുമായിട്ട് വെക്കുന്ന ഓരോ പുതിയ ഒപ്പുകളാണ്. ഈ മക്കൾ വെച്ച ഓരോ നിയമങ്ങളും ഓരോ ഒപ്പുകളായിരുന്നു. ആ ഉടമ്പടിയിൽ വെച്ച ഓരോ നിയമങ്ങളാണ് ഓരോന്നോരോന്നായിട്ട് ഈശോയും അമ്മയും പരിശുദ്ധ അമ്മയും ഇവർക്ക് സാധിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇവർക്ക് നിയമങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നത് ഇവരുടെ വിശ്വസ്തതയാണ്, ഹൃദയത്തിൻ്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ടാണ് ദൈവസ്നേഹം ഇവരിലേക്ക് കൂടുതൽ വർഷിക്കാൻ സാധിച്ചത്. ഉടമ്പടി നിബന്ധനകൾ പൂർണ്ണമായിട്ട് വിശ്വസ്തയോടെ നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. വിശ്വസ്തത എന്ന വെറുതെ വാഗ്ദാനങ്ങളല്ല, ചെറിയ വാഗ്ദാനങ്ങൾ പോലും വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ചെയ്യുന്നതാണ്. ദൈവത്തോടുള്ള ഉടമ്പടിയിൽ നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. നമ്മളും സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കുമ്പോഴാണ് ഈശോയും അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത്. ആ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾ സോജ ഷിബുവിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെയിംസൺ. ഞാൻ സെൻറ്റ് തോമസ് ജ്ഞാനായ കാത്തോലിക് ചർച്ച് രാമമംഗലം. ഞാൻ ആദ്യമായി ഈ ദേവാലയത്തിൽ, പരിശുദ്ധമായ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ദേവാലയത്തിൽ 2023 ജനുവരിയിൽ വന്നു. അതിനുശേഷം 24/2/2023 ഉടമ്പടി എടുത്തു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എക്സ് സർവീസ്മാനാണ്. ഞാൻ പല ഫീൽഡിലും ജോലി ചെയ്തു. ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിമാരുടെയും ഒക്കെ കൂടെ ജോലി ചെയ്തതാണ്. ഗവർണർമാരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. വർഷങ്ങളോളം ഇങ്ങനെ ജോലി ചെയ്തതിന് ശേഷം വലിയ കുഴപ്പമില്ലാണ്ടിരുന്നു. ലാസ്റ്റായിട്ട് ഞാൻ മർച്ചൻ്റ് നേവിയിലാണ് ജോലി ചെയ്തത്. ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഈ ദേവാലയത്തെക്കുറിച്ച് അറിയുവാനും ഈ ദേവാലയത്തിൽ വരുവാനും ഇടയായത്. വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ 2 മക്കൾ, സമാധാനമുള്ള ജീവിതം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തതെങ്കിലും ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുകൾ. ഇവിടെ ഒന്നും അറിയില്ല. സമൂഹത്തിൽ എന്നെ വലിയ ഇതായി ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ നാണം കെടുത്തുന്നു. എനിക്കെതിരായി കേസ് കൊടുക്കുന്നു. വേറൊരാൾ സ്ഥലത്തിൽ തീയിടുന്നു. അങ്ങനെ സമൂഹത്തിൽ സാധാരണ എല്ലാവരും കൃപാസനം വന്ന ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാം അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ എനിക്ക് പ്രതികൂലമായ കാലാവസ്ഥ അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ, വലിയൊരു ബുദ്ധിമുട്ട്. ഞാൻ ഇനി എന്ത് ചെയ്യണം? പക്ഷേ എങ്കിലും ഞാൻ മറ്റുള്ളവരും കൂട്ടുകാരും എൻ്റെ മാതാപിതാ എൻ്റെ ഭാര്യ മറ്റുള്ളവരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഈ പ്രാർത്ഥന കൂടുതലുകൊണ്ടാണ് ദൈവത്തോട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അതുകൊണ്ട് കുറയ്ക്ക്. പക്ഷേ എങ്കിലും ഞാൻ കുറച്ചില്ല. എല്ലാ ദിവസവും കൃത്യമായിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അതുപോലെ തന്നെ പ്രാർത്ഥന ചെല്ലും. അതുപോലെ തന്നെ ബന്ധസ് പ്രാർത്ഥന, മറ്റു പ്രാർത്ഥനകളെല്ലാം ചെയ്തതിന് ശേഷമാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് ചെല്ലും. ഇങ്ങനെ അതുപോലെ തന്നെ കുമ്പസാരിക്കുക, എല്ലാ ജീവിതത്തിൻ്റെ ചര്യകളെല്ലാം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ തുടർച്ചയായിട്ട് ഇവിടെ വരികയും എല്ലാ മാസവും കൃത്യമായിട്ട് ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി പത്രങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവുകയും വിതരണം ചെയ്യുകയും ചെയ്തു. ഒരു പ്രാവശ്യം കഴിഞ്ഞു, 2 പ്രാവശ്യം, 3-ാമത്തെ മാസം പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി വീട്ടിൽ ചെന്നപ്പോൾ കുറച്ച് പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റുള്ളവരെല്ലാം വന്ന് നിൽക്കുന്നു. ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം 57 വർഷം മുമ്പ് എൻ്റെ മാതാപിതാക്കന്മാരുടെ ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനെന്നാൽ ഓർക്കുന്ന പോലുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ചെറിയൊരു കുന്നുപോലെ സ്ഥലമുണ്ട്. അവിടെ നിന്ന് വെള്ളം ഒഴുകി വന്ന് കൃഷി സ്ഥലങ്ങൾ നശിക്കുകയായിരുന്നു. അപ്പോൾ ഈ 57 വർഷം മുമ്പ് നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന അവർ വേറൊരാൾക്ക് സ്ഥലം വിറ്റു. അവർ വന്നപ്പോൾ ഈ സ്ഥലത്തിന് ആ വെള്ളം എല്ലാം അടച്ച് ഞങ്ങളുടെ കൃഷി സ്ഥലങ്ങൾ അല്ലെങ്കിൽ റബ്ബർ മറ്റുള്ളതെല്ലാം ഉണങ്ങിപ്പോവുക, മറ്റുള്ളതെല്ലാം പ്രശ്നം ഉണ്ടാകും. ഇങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ അത് ഞാനും ചെറുതായിട്ട് ഇതുപോലെ പ്രശ്നമുള്ളത് കാരണം ഞാനിത് പറഞ്ഞിരുന്നു പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട്. അവരും വന്ന് വെയിറ്റ് ചെയ്യുന്നു. അവിടെ വന്ന് വീട്ടിൽ വന്ന് നോക്കിയിരിക്കുക. ഞാൻ അവിടെ വന്നപ്പോൾ എല്ലാം നമുക്കിങ്ങനെ എന്തെങ്കിലും സൊല്യൂഷനൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. പിന്നീട് വീണ്ടും ഞാൻ എൻ്റെ പ്രവൃത്തികൾ തുറന്നുകൊണ്ട് പോകുന്നു. എല്ലാ മാസവും ഇവിടെ വന്ന് ഈ ഉടമ്പടി പത്രം ഞാൻ പത്രം വാങ്ങിക്കൊണ്ട് പോകുന്നു, വിതരണം ചെയ്യുന്നു. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളുടെ അടുത്ത് ഒരു 16 സെൻറ്റ് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം ഞാൻ വാങ്ങിച്ചപ്പോഴാണ് അവിടെ ഒരു കുന്ന് പോലെ ചെറിയ കുറച്ച് മല പോലെ അല്ലെങ്കിൽ കുറച്ച് മണ്ണ് കൂടുതലുണ്ട്. ആ മണ്ണ് ഈ പറയുന്ന താഴ്ന്ന സ്ഥലമായ എൻ്റെ പറമ്പിലിടുകയും ഈ അവിടെ പിന്നെ ബെൽറ്റ് കെട്ടി വാർത്ത് അതിനുശേഷം ഞാൻ മതിലുണ്ടാക്കി ഗേറ്റും പണിതു. ഈ 57 വർഷത്തെ പ്രശ്നം ഇത് മാതാവ് പറഞ്ഞ് ഏറ്റെടുത്ത് അത് നടത്തി തന്നു, അല്ലെങ്കിൽ പരിഹരിച്ചു. പിന്നീട് ഞാനിങ്ങനെ അത് കഴിഞ്ഞ ശേഷമാണ് വലിയ കുഴപ്പമില്ലാണ്ട് എങ്ങനെ പോകുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പോയാൽ പോരല്ലോ, കുറച്ചൊരു മാറ്റം വരല്ലോ എന്നോർത്ത് ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ആവി മരിയ എന്ന കൂട്ടായ്മയിൽ ഉണ്ടായി. അതിലകത്ത് ഞങ്ങൾ ഇപ്പോൾ 66 അംഗങ്ങളുള്ള ഒരു ചെറിയൊരു കൂട്ടായ്മയാണ്. എങ്കിലും എല്ലാ മാസവും ഞങ്ങളെ രോഗികളെ കാണും. അതുപോലെ തന്നെ ക്യാൻസർ രോഗികളെ, അതുപോലെ പറ്റുന്നവർക്ക് പൈസ കൊടുക്കേണ്ടവർക്കാണെങ്കിൽ പൈസ കൊടുക്കുക, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ഈ ഇവിടെ നിന്ന് കിട്ടുന്ന തൈലവും വിശുദ്ധമായ തൈലവും ഉപ്പും കൊടുത്ത് അവരെ നമുക്ക് പറ്റുന്ന പോലെ പ്രാർത്ഥിക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കതുപോലെ തന്നെ ഈ ടെക്സ്റ്റൈൽസ് നിന്നൊക്കെ കിട്ടുന്ന, അതായത് ഉപയോഗിക്കാതെ തന്നെ മുഷിഞ്ഞു പോകുന്നുണ്ട്, ആ വസ്ത്രങ്ങളെല്ലാം വാങ്ങിക്കുക. അങ്ങനെയെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് മറ്റുള്ള കഴുകി ക്ലീനാക്കി മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറ്റുന്ന പോലെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഇത്രയും പേരുണ്ടെങ്കിലും ഞങ്ങൾ ഇതിനടുത്ത് കഴിഞ്ഞ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ 3 പേരെ, ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത ഈ 3 പേരെ നിർത്തിയിരുന്നു. ഈ 3 പേരും ജയിച്ച് അതിൽ ഒരാൾ ഇന്ന് മണിയുടെ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ടുപോകുമ്പോൾ സാധാരണ ഇവിടുന്ന് പത്രം കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഒരു അമ്മയെ അറിയാത്തവർ അല്ലെങ്കിൽ ഇതെന്താണെന്നറിയാത്തവർ ഞാൻ പരിശുദ്ധ അമ്മയുടെ വചനം അല്ലെങ്കിൽ കാര്യങ്ങളെ മാതാവിൻ്റെ പ്രാർത്ഥനയും സ്വർഗസ്നായ നന്മ നിറഞ്ഞോറിയും 2000 അച്ചടിപ്പിച്ച് ഇതിൻ്റെ കൂടെ വിതരണം അറിവില്ലാത്തവർക്ക് മാത്രം അങ്ങനെയും കൊടുക്കുമായിരുന്നു. പിന്നെ ഇതുപോലെ അനേകം ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരു കൂട്ടായ്മയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈബിൾ അറിയാത്തവരെ ഒരു എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കും. 3 അധ്യായം അല്ലെങ്കിൽ ചിലപ്പോൾ 5 അധ്യായം വീതം ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഉത്തരം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഉത്തരം എഴുതി ഞങ്ങൾ പറയുക, അതിനെ കളക്ട് ചെയ്ത് അതിന് ശേഷം അതിന് ഞങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു വിന്നർ തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം തന്ന അനുഗ്രഹത്തിന് മാതാവിന് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈ ചെറുതായെങ്കിലും ചെറിയ ഉപകാരങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുവാൻ എന്നെ അനുവദിച്ച ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ഓർത്ത് ഞാൻ എൻ്റെ ജീവിതത്തെ ഓർത്ത് നന്ദിയോടെ ഓർക്കുന്നു. ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഒരിക്കൽ കൂടി മാതാവിന് മുമ്പിൽ സമർപ്പിക്കുന്നു. യേശുവെ സ്തുതി, യേശുവെ നന്ദി, യേശുവെ മഹത്വം. സങ്കീർത്തനങ്ങൾ 37:23 മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. ജെയിംസൺ എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വ്യക്തിപരമായ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഉടമ്പടി എടുത്ത മക്കൾ ഒരുമിച്ച് കൂടി നന്മയ്ക്കായി നിലനിൽക്കുന്ന പ്രവൃത്തികളെയുമാണ് അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തിയത്. 57 വർഷമായുള്ള സ്ഥലസംബന്ധമായൊരു പ്രശ്നം, അത് ഇത്തിരി അകൽച്ചയും പ്രയാസവുമായി നിലനിന്നിരുന്നത് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന് ആരെയും വേദനിപ്പിക്കാത്ത സുസ്ഥിരമായ പരിഹാരം അമ്മ മാതാവ് കുടുംബത്തിന് നൽകിയതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. അതിന് അമ്മ മാതാവ് തന്നെ മറ്റൊരു സ്ഥലം ക്രമീകരിച്ച് വാങ്ങുവാനും
അവിടെ നിന്നുള്ള മണ്ണ് ഇവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള കുറവ് പരിഹരിച്ച് ബലവത്താക്കുവാനും അമ്മ അനുഗ്രഹിച്ചതിനെ മകൻ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. മറ്റൊന്ന്, ഉടമ്പടിയെടുത്ത് വ്യക്തികൾ ചേർന്നുള്ള കൂട്ടായ്മ രൂപീകരിച്ചതാണ്. നമ്മൾ ആ കൂട്ടായ്മകൾ രൂപീകരിക്കപ്പെടുന്നത് അഖണ്ഡ ജപമാല ചൊല്ലുന്നതിനാണ്. അമ്മയുടെ മാധ്യസ്ഥത്തിൽ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ കൂടി അഖണ്ഡ ജപമാല ചൊല്ലി പ്രത്യേകമാം വിധം ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. ലോകത്തെമ്പാടും ഇപ്പോൾ അഖണ്ഡ ജപമാല സമൂഹങ്ങളുണ്ട്. 5, 10, 20 വീടുകൾ ഒരുമിച്ച് ചേർന്ന് അവർ അഖണ്ഡ ജപമാല ചൊല്ലി ഉടമ്പടി എടുത്ത ഉടമ്പടിയിൽ നിയോഗം വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ഈശോയുടെ അനുഗ്രഹത്താൽ സമയ ചുരുക്കത്തിൽ അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പദ്ധതിയാണത്. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടി എടുക്കുന്നു എന്നതിനോടൊപ്പം പ്രധാനപ്പെട്ടതാണ് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കളുടെ ജീവിത വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക എന്നത്. മോശ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഇസ്രായേൽ വിജയിച്ചുവെന്ന വചനത്തെ നമ്മൾ വായിക്കുന്നവരാണ്. മോശയുടെ കരം താഴ്ന്നപ്പോഴൊക്കെ ഇസ്രായേൽ പരാജയപ്പെട്ടു തുടങ്ങിയെന്നും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോശയുടെ കരം താഴാതിരിക്കുവാൻ അവരത് ഉയർന്നു തന്നെ നിൽക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തുവെന്നും വചനത്തിൽ നാം കാണുന്നുണ്ട്. നാം മറ്റുള്ളവർക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, അധരം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയസ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ തന്നെ, നമ്മുടെ വിഷയങ്ങൾക്ക് തന്നെ പരിഹാരവും അനുഗ്രഹവുമായി ഈശോ കൂടെ എത്തുന്നത് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. ഇവർ കൂട്ടമായി ചേർന്ന് നന്മകൾ ചെയ്യുന്നു. ഒരുമിച്ച് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്നതിന്, ജീവിതങ്ങളെ ബലപ്പെടുത്തുന്നതിന്, ഉടമ്പടിയോടുള്ള പരസ്പര ബന്ധവും സ്നേഹവും അവരെ നന്മ പ്രവൃത്തികളിലേക്ക് നയിക്കുന്നതിനെയാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം വചനം അറിയുക, വചനം വായിക്കുക, വചനം പ്രാർത്ഥിക്കുക, അത് ഉടമ്പടിയുടെ ഒരു പ്രധാന മേഖലയാണ്. വചനത്തിലൂടെ ദൈവത്തോട് സംസാരിക്കുക, ദൈവം സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കാതുകൾ തുറന്നു വയ്ക്കുക. നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് വചനത്തോടുള്ള നിരന്തരമായ സംസർഗം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. ചില കെട്ടുകൾ പൊട്ടുന്നതിന്, ചില വഴികൾ തുറക്കുന്നതിന്, ചില ദൈവികമായ സന്ദേശത്തിലൂടെ ജീവിതത്തിന് അനിവാര്യമായ വെളിപാടുകൾ ലഭിക്കുന്നതിന് വചനം പ്രാർത്ഥനാപൂർവകമായി വായിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിന് കാരണമാകും. കൃപാസനത്തിൽ ഉടമ്പടിയോടനുബന്ധിച്ച് അരമണിക്കൂർ വചനവായന എന്ന് പറയുന്നതിനർത്ഥം ഓടിച്ചിട്ട് ബൈബിൾ വായിച്ചു തീർക്കുക എന്നല്ല. ഓരോ വാക്കും അർത്ഥം മനസ്സിലാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയായി സമർപ്പിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കണമേ എന്ന ആഗ്രഹത്തോടു കൂടി വചനത്തെ നമ്മൾ പ്രാർത്ഥനയായി വായിക്കുന്നതാണ്. അത് സാവധാനത്തിലാവണം. അത് 10, 20, 30 വാക്യങ്ങളാണെങ്കിലും ഓരോ വാക്യവും നമ്മൾ എന്ത് വചനം നമ്മോട് പറയുന്നു, വചനം എന്താണ് സന്ദേശം കൈമാറുന്നത്, ഇത് അർത്ഥം മനസ്സിലാക്കി പെരുമാറുവാനും വായിച്ച് ധ്യാനിക്കുവാനും ജീവിതത്തിൽ തിരുത്തുവാനും നമുക്ക് ഉപകാരപ്പെടണം. അതിൻ്റെ ഒരു ആദ്യപടിയാണ് വചനം വായിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ക്വിസ് മത്സരം കൂട്ടായ്മ നടത്തുന്നുവെന്ന് സഹോദരൻ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിനോട് ചേർന്ന് നടന്നാൽ അവൻ കൂടെ നിന്ന് അടയാളങ്ങൾ പ്രവർത്തിക്കും. അവൻ്റെ ഒപ്പം നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ അവൻ ഏറ്റെടുക്കുന്നത് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും. നമ്മൾ തീച്ചൂളയിൽ നിന്നാലും ദൈവിക സംരക്ഷണത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് പൊള്ളലേൽക്കാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. വചനപുസ്തകം തന്നെ ദാനിയേലിൻ്റെയും ജോബിൻ്റെയും ജീവിതം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ക്ലേശകാലത്തെങ്ങനെ പ്രത്യാശയോടെ മുന്നേറാൻ സാധിക്കുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഏതൊരു വിഷയത്തെയും ഏൽപ്പിച്ചു കൊടുത്തിട്ട് ധൈര്യത്തോടുകൂടി, വിശ്വസ്തയോടുകൂടി ഈശോയിലും അമ്മയിലുമുള്ള വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്തിയാൽ നമ്മൾ അത്ഭുതകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് കാണുവാനാകും. വർഷം എത്ര പഴകി എന്നതിനെക്കുറിച്ചല്ല, ആർക്കും സാധിക്കുവാനാവാത്ത പ്രശ്നമാണെന്ന് നമ്മോട് മറ്റുള്ളവർ പറയുന്നത് കൊണ്ടുമല്ല, ദൈവത്തിൻ്റെ ശക്തിക്ക് ഒന്നും അസാധ്യമല്ല. ദൈവത്തിൻ്റെ ശക്തിക്ക് എന്തും എത്ര പഴകിയതും നമുക്ക് ചെയ്തു തരുവാനുള്ള കരുത്തുണ്ട്. അവൻ്റെ കണ്ണുകളിൽ 1000 വർഷം ഒരു നിമിഷം പോലെ എന്ന് വചനം അതുകൊണ്ടാണ് നമ്മോട് പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സഹോദരനും ചോദിക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഈ പുണ്യഭൂമിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയതിന്. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് പുത്തമ്പേലിക്കര പഞ്ചായത്തിൽ നിന്ന് കീഴ്പ്പാടം ഇടവകയിൽ നിന്ന് വരുന്നു. മോളി ജോസ്
പേര്. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. 3 മാസം അവൾ ഇവിടുന്ന് പോയിട്ട് പഠിപ്പൊക്കെ കഴിഞ്ഞു, ജോലിയില്ലാതെ 3 മാസം കുത്തിയിരുന്നു. ആകെ മനുഷ്യന് വിഷമമായി. അപ്പം മോൻ വിളിച്ചു പറഞ്ഞ്, അമ്മ അവൾക്ക് ഭയങ്കര വിഷമമായി, ജോലിയൊന്നും കിട്ടണില്ല, അമ്മ നല്ലോണം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മോൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിലേക്ക് കടന്നപ്പോൾ മാതാവ് ചുമരും മരിക്കേണ്ടത് ഞാൻ കണ്ടു. അപ്പം എനിക്ക് തോന്നി എൻ്റെ കാര്യങ്ങളൊക്കെ മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. ഇനി എല്ലാ കാര്യങ്ങളും എൻ്റെ മാതാവ് നോക്കിക്കോളും ഞാൻ വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോൻ വിളിച്ചു പറഞ്ഞ്, അമ്മ അവൾക്ക് ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്, അമ്മ നല്ലോണം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഞാൻ തിരികെ എത്തിച്ചുകൊണ്ടിരുന്ന്. ആ സമയം മോൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആ സമയത്ത് തിരികെ എത്തിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേ ജോലി കിട്ടിയത് 2 മണിക്കൂർ അകലം പോയിട്ട് വേണം ജോലി ചെയ്തുകൊണ്ട് വരാൻ. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ പറഞ്ഞ്, മോൻ പ്രാർത്ഥിക്ക്, ഇതിൽ അടുത്ത് ജോലി നല്ലത് ശരിയാക്കി മാതാവ് തരും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് 10-15 ദിവസം കഴിഞ്ഞപ്പോൾ തിരികെ മോൻ വിളിച്ചു, അമ്മയെ വേറൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, അവൾ അതിന് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, അമ്മ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് അന്നും ആ സമയം വിളിച്ചു പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ തിരികെ എത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് അതും പാസ്സായി. അതിന് അരമണിക്കൂർ അകലെയാണ് കിട്ടിയത്. അപ്പോൾ അത് കാരണം ആ ജോലി ചെയ്തു, അതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ, എനിക്ക് 6 കാര്യം ഞാൻ വെച്ചിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് മാതാവ് നടത്തി തന്നു. എനിക്ക് 19 കൊല്ലമായി ശ്വാസം മുട്ടായിരുന്നു. മോൻ പോയപ്പോൾ ഇതിനൊക്കെ വലിക്കാനുള്ള മിഷീനൊക്കെ മേടിച്ച് വെച്ചുകൊണ്ട് പോയി. പക്ഷേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നെ എനിക്ക് ആ രോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് കാല് ഭയങ്കര മരയപ്പും കൈയൊക്കെ ഇതാർന്ന് പിരിഞ്ഞിങ്ങനെ പോണ മാതിരിയാർന്ന്. ഒരാൾ വന്ന് പിടിക്കണം അത് മാറണമെങ്കിൽ. ആ രോഗവും മാതാവ് എനിക്ക് മാറ്റി തന്ന്. അങ്ങനെ 3 കാര്യങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്ന്. പിന്നെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് മോൻ പോയത്. കുറച്ചൊന്നും അല്ല, വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് അവൻ ജോലി ചെയ്ത് അതെല്ലാം വീട്ടാനൊക്കെ മാതാവ് കുറേയൊക്കെ സാധിച്ചു തന്നു. ഇനിയും മാതാവ് അത് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ മോക്ക് വിസ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ഒക്ടോബർ 2021 സ്റ്റുഡൻറ്റ് വിസയിലാണ് UK പോയത്. വാവേനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. 2.5 വയസ്സുള്ളപ്പോൾ ഞാനിവിടുന്ന് പോയത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വാവേനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. വിസ കിട്ടിയ ശേഷം കൊണ്ടുവരണം എന്നായിരുന്നു ആഗ്രഹം. 2021 പോയി, 22 മാറി, 23 24 വർഷങ്ങൾ കടന്നു പോകുന്നു. വിസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നില്ല. ഞാൻ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂവിലെല്ലാം വിസ കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. എന്താണ് കാരണം എന്നൊന്നും എനിക്കറിയില്ല. പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പിന്നെ പ്രാർത്ഥിക്കാൻ നിർത്തി. എനിക്ക് നിരാശ വന്നു. കൊച്ചിനെ കാണാൻ പറ്റാത്തതിൽ നിർത്തി പോന്നാലോ എന്ന് വരെ വിചാരിച്ചു. വീട്ടുകാരും എല്ലാവരും ചോദിച്ചു, നിങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണോ UK പോയേക്കുന്നത്, കൊച്ചിനെ കൊണ്ടുപോകുന്നില്ലേ എന്ന്. അവർക്ക് ആ ചോദിക്കുമ്പോൾ സന്തോഷം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും നിർത്തി പോന്നാ മതി എന്നുള്ള സങ്കടമായിരുന്നു. അതിനുശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ച് UK നിയമം മാറുന്നതനുസരിച്ച് നമ്മൾ പേപ്പർ കൊടുക്കുമ്പോൾ അന്നത്തെ ദിവസം ഡിപ്പെൻഡൻ്റ് വിസ നിർത്തി കഴിഞ്ഞു. പിന്നെ 1 വർഷം കൂടി കഴിഞ്ഞു, ഞങ്ങൾ വിസയുടെ പേപ്പർ വെച്ചു. അത് കഴിഞ്ഞ് വിസ സാലറി ത്രഷോൾഡ് കൂട്ടണേന് മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് വിസയുടെ പേപ്പർ അടിച്ച് കിട്ടി. 2025 ജൂലൈ 28 ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അമ്മ സ്വപ്നം കണ്ട പോലെ ഞങ്ങൾക്ക് വിസ കിട്ടി. ഇപ്പോൾ ഞങ്ങൾ 4.5 വർഷത്തിന് ശേഷം ഞങ്ങളുടെ കൊച്ചിനെ കാണാൻ വന്നു. ഞങ്ങളിപ്പോൾ UK പോകാനായിട്ട് കൊച്ചിൻ്റെ പേപ്പറുകളൊക്കെ സബ്മിറ്റ് ചെയ്തു. ഞങ്ങളുടെ കൊച്ചിനെ കാണാൻ സാധിച്ചതിലും നാട്ടിൽ വരാൻ സാധിച്ചതിലും ഞങ്ങൾക്ക് ദൈവം നൽകിയ മാതാവ് നൽകിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. അതോടൊപ്പം നാട്ടിൽ വരുന്നതിന് മുമ്പ് അപ്പച്ചനും അമ്മച്ചിക്കും ഞങ്ങളുടെ വീടിൻ്റെ ആധാരം കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ എന്ന് നാട്ടിൽ വരണോ അതിന് തൊട്ട് മുമ്പ് എനിക്ക് അപ്പനമ്മയ്ക്കും ആധാരം തിരിച്ചു കൊടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ കൃപാകടാശത്തിൽ ഞങ്ങൾ വരണേന് 1 മാസം 1.5 മാസം മുമ്പ് ഞങ്ങളുടെ അപ്പനമ്മയ്ക്കും
ആ പേപ്പർ അവരുടെ അലമാരി കൊണ്ടുവന്ന് വയ്ക്കാൻ സാധിച്ചു. ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത് 2021. സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് ആ സമയത്ത് കെയർ വിസയ്ക്ക് ഡിപ്പെൻഡൻ്റ് അലൗഡ് ആയിരുന്നു. കെയർ ഡിപ്പെൻഡൻ്റ് അലൗഡ് ആവുന്ന സമയത്ത് മാർച്ച് 10 ഞങ്ങൾ വിസയ്ക്ക് പേപ്പർ വെച്ചു. അതുവരെ അവർ വിസ തരാമെന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്ത് വെച്ചു. അന്ന് രാത്രി 12 മണിയായപ്പോൾ അവർ പറഞ്ഞു വിസ തരാൻ പറ്റൂല, നിയമം മാറിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്ക് വിസയുടെ പേപ്പർ കിട്ടാൻ ലേറ്റ് ആയത്. അത് കഴിഞ്ഞ് വീണ്ടും വിസയ്ക്ക് വെച്ചു. വീണ്ടും പറഞ്ഞു ഡിപ്പെൻഡൻ്റ് അലൗഡ് അല്ല, നാട്ടിൽ നിന്നുള്ള ഓവർസീസിന് നമുക്ക് എടുക്കാൻ പറ്റില്ല, കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഒരുപാട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയൊരു വിസ കിട്ടിയത്. ഞങ്ങൾ വിസ തീരാനായിട്ട് ഓഗസ്റ്റ് 3 2025 3 വിസ തീരും. വിസ തീരണേന് ഒരു 5 ദിവസം മുമ്പാണ് ഞങ്ങളുടെ വിസയുടെ ഇങ്ങനൊരു വിസയുണ്ട്, നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് ഒരു ചേട്ടൻ വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ വിസ എടുക്കാൻ തീരുമാനിച്ചത്. വിസ കിട്ടുമോ കിട്ടില്ലെന്നൊന്നും ആ ചേട്ടൻ ഉറപ്പ് പറഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ച് കൊച്ചിനെ കൊണ്ടുവരണം, വീട്ടിൽ പോകണം എന്നുള്ള ഒറ്റ ഇതിൽ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വിസയുടെ പേപ്പർ വെച്ചു. വിസയുടെ പേപ്പർ വയ്ക്കുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല, ഡേറ്റ് ഓഫ് ബർത്തിന് ഡേറ്റ് തെറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ നിന്നൊക്കെയോ ആരോ പറഞ്ഞ പോലെ തോന്നി ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യാൻ. ആ സമയത്ത് ചെക്ക് ചെയ്തു. രൂപക്കൂടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഞങ്ങൾ ഇതൊക്കെ ഒരു ചേട്ടൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണേ. 1-2 മിനിറ്റുകൾക്കുള്ളിൽ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റില്ല, UK വിടണം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന സമയത്ത് 3 മിനിറ്റിൽ മാതാവ് എങ്ങനെയാണ് എവിടെ നിന്നൊന്നറിയില്ല ആ ഫോം വീണ്ടും ഫില്ല് ചെയ്ത് എനിക്ക് വിസ അപ്രൂവ് ആയിട്ട് കിട്ടി. ഓഗസ്റ്റ് 3 വിസ തീരണം. ഞാൻ ഓഗസ്റ്റ് 2 എനിക്ക് വിസ അടിച്ച് എൻ്റെ കൈ കിട്ടി. ഞാൻ ദൈവത്തിന് എന്തോരം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും സങ്കടപ്പെട്ട ദിവസങ്ങളായിരുന്നു. പക്ഷേ ഞാൻ വിസ അടിച്ചു, എൻ്റെ കൊച്ചിന് സന്തോഷമായി. മമ്മീനെ വരുമല്ലോ, മമ്മി വിഷമിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്നെ എത്രത്തോളം സ്നേഹിച്ചു എന്നും എത്രത്തോളം കരുതിയെന്നും എനിക്ക് അപ്പം മനസ്സിലായി. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ എനിക്ക് സാധിച്ചു. ദൈവം അതോട് എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേരിങ്ങനെ വിസയില്ലാതെ വിഷമിക്കുന്നുണ്ട്. അവരോടെല്ലാവരോടും ഞാൻ പറയാറുണ്ട്, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കി, ദൈവം നിങ്ങൾക്ക് നല്ലൊരു വഴി തരും, വാവേനെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ദൈവം എനിക്ക് നൽകിയതുപോലെ അവർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത് ഇവിടുന്ന് 3 കെട്ട് പേപ്പർ ഞാൻ മേടിച്ചുകൊണ്ട് പോകും. കുറച്ചൊക്കെ ഞാൻ പള്ളികളിൽ കൊണ്ടുപോയി കൊടുക്കും. ബാക്കിയൊക്കെ ഞാൻ ഓരോ വീടുകളും കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് ഈ പേപ്പർ മുഴുവനും തീരാണ്ട് ഞാൻ അന്നത്തെ ദിവസം വീട്ടിൽ കയറില്ല. അങ്ങനെ ചെയ്യാറ് പതിവ്. പിന്നെ ദിവസം ഞാൻ പള്ളിയിൽ പോവും. പിന്നെ ഗവൺമെൻറ് ആസ്പത്രികളിലൊക്കെ പോയി രോഗികളെയൊക്കെ കാണും. തീരെ അവശതയായി കിടക്കുന്നവർക്ക് ഞാൻ പൈസ കൊണ്ടുപോയിട്ടുണ്ടാവും. കുറച്ച് എൻ്റെ എളിയ സഹായം ഞാൻ അവർക്കൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്യാൻസർ രോഗികളുണ്ടെന്ന് അങ്ങനെ എനിക്ക് അറിവ് കിട്ടിയാൽ ഒന്നില്ലെങ്കിൽ ഞാൻ മോനെ വിളിച്ചു പറയും, എടാ ഇന്ന ചേച്ചിക്ക് പാടില്ല, നമുക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞാൽ മോനെ അയച്ചു തരും. അപ്പോൾ അത് ഞാൻ ആൾക്ക് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ആരെങ്കിലും ഈ മൊബൈലിലൊക്കെ അയക്കും ഇങ്ങനെ വയ്യാത്ത രോഗികൾക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന്. അപ്പം ഞാൻ എളിയ സഹായങ്ങൾ ഞാൻ അതിനകത്തേക്ക് ആ നമ്പറിൽ അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ കാരുണ്യ പ്രവർത്തനം ഇതൊക്കെ ചെയ്യണത്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 36, 7, 8 തിരുവചനങ്ങൾ. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. മോളി ജോസ് എന്ന ഈ സഹോദരിയും മോളും കുഞ്ഞും വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ജീവിതത്തിൽ ലഭിച്ച നല്ല അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി സൂചിപ്പിച്ചു, സഹോദരിയുടെ ശാരീരികമായ വിവിധ രോഗക്ലേശങ്ങൾക്ക് അമ്മ മാതാവ് എങ്ങനെ സംരക്ഷിക്കുകയും സഹായിക്കുകയും നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സൗഖ്യവും ആരോഗ്യവും പ്രദാനം ചെയ്യുകയും ചെയ്തുവെന്ന്. അതിനേക്കാൾ ഏറെ അമ്മ സൂചിപ്പിച്ചത് തൻ്റെ മകന് വേണ്ടി മകൻ്റെ വിദേശത്തുള്ള വാസം, ജോലി, അവിടെയുള്ള ക്ലേശങ്ങൾ തരണം ചെയ്യുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് അമ്മയുടെ അരികിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നത്.
അത് മോളുടെ വാക്കുകളിൽ അതിൻ്റെ ദൈന്യത മുഴുവനും നമ്മൾ മനസ്സിലാക്കി. ആദ്യത്തത്, അവിടെ ചെന്ന് ജോലി കണ്ടെത്താനാവാതെ വിഷമിച്ച അവസരം അമ്മ മാതാവ് മകൾക്ക് ജോലി അനുവദിച്ചു കൊടുത്തത് സാക്ഷ്യപ്പെടുത്തി. രണ്ടാമത്തത്, സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ട് അത് കെയർ വിസയായിട്ട് മാറാൻ വേണ്ടി പരിശ്രമിച്ച് ഏറെ പരാജയപ്പെട്ടത്, തിരികെ നാട്ടിലേക്ക് പോരേണ്ടി വരുന്ന വളരെ വലിയ ക്ലേശകരമായൊരവസ്ഥ, അവസാന നിമിഷം വരെയും ഒരു വഴി തുറക്കാതെ അമ്മയുടെ അരികിൽ നിരന്തരം കണ്ണീരോടെ ആ നിയോഗം വെച്ച് നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെച്ചത്. മകൾ അതുകൊണ്ടാണ് അത്ര വിങ്ങിപ്പൊട്ടി തൻ്റെ ജീവിതത്തെ അമ്മയുടെ അരികിൽ സമർപ്പിക്കുന്നത്. മറ്റൊന്നുകൂടി അതിനോട് ചേർത്ത് വയ്ക്കാനുണ്ട്. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നാട്ടിൽ ഏൽപ്പിച്ചു പോയതാണ്. കുഞ്ഞിനെ പിന്നെ കാണുവാൻ പോലും പറ്റിയിട്ടില്ല. അതിനെ വീഡിയോയിലൂടെ കാണുന്നതല്ലാതെ അരികിൽ ചേർത്ത് നിർത്തുവാൻ പറ്റാതെ ക്ലേശിക്കുന്നു. കുഞ്ഞിന് 3-4 വയസ്സെത്തി. നാട്ടിൽ ഇവർക്ക് വരുവാനോ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകുവാനോ പറ്റാത്ത വിധം, കുഞ്ഞിന് വിസ കിട്ടാത്ത വിധം അതിൻ്റെയും കാര്യങ്ങളേറെ ക്ലേശത്തിലായി. ഈ ഇത്രയും ഗുരുതരമായ ജീവിത പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളെയാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. 2-3 തവണ വിസയ്ക്ക് വേണ്ടി പണം ഏൽപ്പിച്ചു. ചില തവണ 1-2 തവണ പണം നഷ്ടപ്പെട്ടു. ഒരു തവണ പണം തിരികെ കിട്ടി. വിസയുടെ കാര്യം മാത്രം മുന്നോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ തീ കൊണ്ട് മാത്രം ജീവിച്ച നാളുകൾ, കണ്ണീര് കൊണ്ട് മാത്രം ദിവസങ്ങൾ കടന്നു പോകുന്നത്, ഈ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് ജീവിതവും ഭാവിയും തീരുന്നുവെന്ന് മാത്രം മുൻപിൽ ബ്ലാങ്കായി നിൽക്കുന്ന സാഹചര്യങ്ങൾ. അവിടെയാണ് ഈ അമ്മ നാട്ടിൽ ഉടമ്പടി എടുത്ത് നിരന്തരം കൃപാസന മാതാവിനോട് അസാധ്യമെന്ന് കരുതുന്ന ഈ ജീവിത വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു വഴി തുറക്കുന്നതിന്, കുടുംബം സംരക്ഷിതമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മക്കൾ അതുപോലെ വിദേശത്തും കണ്ണീരോടുകൂടി അമ്മയുടെ അരികിൽ ആഗ്രഹത്തോടെ നിയോഗം സമർപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന നിയോഗത്തിന് സമയച്ചുരുക്കം മാതാവിൻ്റെ കരങ്ങളിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണമെന്ന് സന്ദേശം കൈമാറി അമ്മയുടെ അരികിൽ ഏതു ജീവിത ദുരന്തത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും അമ്മ സമയത്തിന് മേൽ അധികാരമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൈവിടാതെ സംരക്ഷിക്കുമെന്ന് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതാണ് മകൾ പറഞ്ഞത്, 3-ാം തീയതി എൻ്റെ വിസ തീരും, 2-ാം തീയതി അവസാന മണിക്കൂറുകളിൽ എനിക്കെൻ്റെ വിസ അടിച്ച് കയ്യിൽ ലഭിച്ചു. കുഞ്ഞിൻ്റെ വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. ഏറെ തടസ്സങ്ങളും ക്ലേശങ്ങളും ഉണ്ടായി. എങ്കിലും അതിൻ്റെയും തടസ്സങ്ങളും ക്ലേശങ്ങളും അവിടെ വന്ന നിയമപരമായ വ്യത്യാസങ്ങളും ഒക്കെ തരണം ചെയ്തുകൊണ്ട് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ പറ്റുന്ന വിധത്തിൽ വിസ പ്രോസസ്സ് പൂർത്തീകരിച്ചെടുക്കുവാൻ സാധിച്ചുവെന്ന്. നമുക്ക് കണ്ണുകൾക്ക് വെളിച്ചമില്ലാത്ത വിഷയങ്ങൾ, കരങ്ങൾക്ക് നേടുവാനാവാത്ത പരിശ്രമങ്ങൾ, ജീവിതത്തിൽ ആകെ തകർന്നിരിക്കുന്ന സാധ്യതകൾ എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വസ്തയോടുകൂടി ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന, അടയാളങ്ങൾ കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കുന്ന കൃപാസനം മാതാവിൻ്റെ വലിയ സംരക്ഷണത്തിൻ്റെ സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ജീവിതത്തിൽ കൈമാറുന്നത് കാണുവാൻ പറ്റും. അതുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക് ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശിക്കുന്ന വിഷയങ്ങൾ, വേദനിക്കുന്ന അനുഭവങ്ങൾ, തകർന്നു കിടക്കുന്ന മേഖലകൾ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് അമ്മയുടെയും ഈശോയുടെയും സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നന്ദി പറഞ്ഞ് സമർപ്പിക്കാം. ഞാൻ വരുന്നത് ഗോവയിൽ നിന്നാണ്. ഞാൻ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് വാസ്കോ എന്ന ദേവാലയത്തിലെ അംഗമാണ്. ഇവിടെ നാട്ടിൽ മാവേലിക്കര പത്തിച്ചിറ കത്തീഡ്രൽ പള്ളിയാണ് ഞങ്ങളുടെ ഇടവക. അവിടെ നിന്ന് വരുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാനാണ്. ഞാനിവിടേക്ക് വരുമ്പോൾ ഞാൻ ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നോ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത്രമാത്രം ഞാൻ ഭാരമേറിയതായിരുന്നു. എൻ്റെ ശരീരം ചൂടുകൊണ്ട് പൊള്ളുക, മനസ്സ് കത്തി ജ്വലിക്കുക. എനിക്ക് കഴിയില്ല, റോഡിലൂടെ നടക്കാൻ എനിക്ക് കഴിയില്ല. തീയിലോ വെള്ളത്തിലോ അകപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. റോഡിലൂടെ പോയാൽ വാഹനത്തിൻ്റെ കീഴിൽ അകപ്പെട്ടു പോകുമോ എന്നൊരു ഭയം. എനിക്ക് സഞ്ചരിക്കാൻ കഴിയില്ല, വീടിനകത്ത് നടക്കാൻ കഴിയില്ല. മാനസിക വിഭ്രാന്തിയാണോ മാനസിക പ്രയാസമായിരുന്നോ എന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അങ്ങനെ എൻ്റെ സഹോദരിയെ ഞാൻ ഗോവയിൽ നിന്ന് വിളിച്ച് നാട്ടിലോട്ട് അറിയിച്ചു. ആ സമയത്ത് അവർ അമേരിക്കയിൽ നിന്ന്
വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു വന്നാട്ടെ, നാട്ടിലോട്ട് വന്നാട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ വന്നിട്ടിപ്പോൾ 15 ദിവസമേ ഗോവയിലോട്ടായിട്ടുള്ളൂ, പിന്നെ ഇപ്പോൾ ഉടനെ തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാനൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാനുള്ള അമ്മ മാതാവ് എന്നെ ഇവിടെ വിളിക്കുന്നു. കാരണം ഞാൻ അത്രമാത്രം അവശതയിലായിരുന്നു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളതാണ്. എൻ്റെ വീട്ടിലുള്ളവർക്ക് ആർക്കും തന്നെ അറിയില്ല, എൻ്റെ ഭർത്താവിനറിയില്ല, എൻ്റെ മക്കൾക്കും എൻ്റെ അവസ്ഥ എന്താ എന്നറിയില്ല. പക്ഷേ എൻ്റെ അമ്മ മാതാവിനറിയാമായിരുന്നു. ആ അമ്മ മാതാവ് എന്നെ ഇവിടേക്ക് വിളിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഗോവയിൽ നിന്ന് വന്നു. എൻ്റെ സഹോദരിയും ഭർത്താവും കൂടി ഈ ആലയത്തിൽ എന്നെ കൊണ്ടുവന്നു. അവിടെ ബസ് ഇറങ്ങി ഈ മണ്ണിലേക്ക് എൻ്റെ കാല് വെച്ചപ്പോൾ തന്നെ എൻ്റെ എന്താ പറയുന്നത്, ഭ്രാന്തായിരുന്നോ എനിക്കറിയില്ല, ആ ഭ്രാന്ത് എനിക്ക് മാറ്റിത്തന്നു. എൻ്റെ അമ്മ മാതാവ് അത് അങ്ങെടുത്ത് തന്നു. അപ്പോൾ ഇവിടെ ജോസഫ് അച്ഛൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ഓടി വന്ന് അവിടെ വെച്ചിരിക്കുന്ന അമ്മയെ കെട്ടിപ്പിടിച്ചപ്പോൾ അമ്മ അറിഞ്ഞു എൻ്റെ രോഗം എന്താണെന്നും. അമ്മ അവിടെ വെച്ച് തന്നെ എന്നെ സൗഖ്യപ്പെടുത്തി. ഞാൻ പൂർണ്ണ സൗഖ്യമായി. ഇവിടെ വന്ന് ആരാധനയിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഭയങ്കര ശക്തിയോടുകൂടി എന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സൗഖ്യമായിരിക്കുന്നു എന്ന്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഞാൻ കടന്നു. ഈ മണ്ണിൽ കാല് വെക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ആ അസുഖം വീണ്ടും അമ്മ മാതാവ് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ ഒരു നിമിഷത്തേക്കല്ല, ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ല, എൻ്റെ ജീവിതാന്ത്യം വരെയും എനിക്ക് ഈ സൗഖ്യം തരണമേ അമ്മേ. എന്നെ ഇനിയും വേദനിപ്പിക്കല്ലേ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അമ്മേ, എനിക്ക് എല്ലാവരും കൈവിട്ടിരിക്കുന്നു, ഭർത്താവ് എന്നോട് അകന്ന് നിൽക്കുന്നു, കൂടെ ഉണ്ടെങ്കിലും അകന്ന് നിൽക്കുന്ന എൻ്റെ വിഷമമോ പ്രയാസമോ കേൾക്കാനില്ല, മക്കളാരും കേൾക്കുന്നില്ല. ജോസഫ് അച്ഛൻ പറയുന്നുണ്ട്, ആരുമില്ലാത്ത സമയത്ത് ദൈവം അവിടെ പ്രവർത്തിക്കുന്നു. അതായിരിക്കും ദൈവം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എൻ്റെ കൂടപ്പുറപ്പുകളെയും എൻ്റെ ബന്ധുക്കളെയും ഭർത്താവിനെയും എല്ലാവരെയും എന്നിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആ പ്രവർത്തനത്തിലാണ് ഇന്ന് ഞാൻ നിലനിൽക്കുന്നത്. ഇന്ന് 3.5 വർഷമായി. 2022 ഫെബ്രുവരി 22 ഏപ്രിൽ മാസം 22 ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന്. അത് അച്ഛൻ പറയുന്നുണ്ട്, വെളുപ്പിനെ 5:30 നീലത്തിരി തെളിയിക്കണമെന്ന് പറയുന്നു. അപ്പം ഞാൻ എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു, രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് അലക്കിയ വസ്ത്രം ധരിച്ച് വളരെ ക്ലീനായിട്ട് വേണം ഈ നീലത്തിരി തെളിയിക്കാൻ എന്ന് പറഞ്ഞു. എനിക്ക് പ്രഭാതത്തിൽ സ്നാനം പറ്റുകയില്ല, ഞാൻ കുളിക്കണമെങ്കിൽ ഉച്ച കഴിയണം എനിക്ക് കുളിക്കണമെങ്കിൽ. പക്ഷേ അത് 4:45 ഞാൻ അലാറം വെച്ചിട്ട് 5 മണിക്ക് മുമ്പായിട്ട് ഞാൻ കുളിച്ചു. ഒരു ദിവസം കുളിച്ച് നോക്കിയപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, സുഖമായിരിക്കുന്നു. അത് ഈ 3.5 വർഷം കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. വയ്യായെങ്കിൽ പോലും ഞാൻ കുളിച്ചിട്ട് മാത്രമേ എൻ്റെ നീലത്തിരി, ഉടമ്പടിയുടെ നീലത്തിരി ഞാൻ കത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 4:45 4:40 അലാറം അടിക്കുന്ന ഒരു ദിവസം എൻ്റെ മൊബൈൽ ബന്ധായിപ്പോയി. അമ്മ മാതാവിനെ വിളിച്ചുണർത്തിയ ആ സമയമായപ്പോൾ എണീറ്റ് ഞാൻ കുളിച്ച് ഉടമ്പടി തിരി എത്തിച്ചു. 2-ാമത്തെ ദിവസം അലാറം അടിച്ച് 4:40 അലാറം അടിച്ചപ്പോഴും ഞാൻ വീണ്ടും കിടന്നു. ഒന്നുകൂടെ കണ്ണടച്ചപ്പം അമ്മ എന്നെ വിളിച്ചില്ല. അമ്മ എന്നെ വിളിച്ചില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റപ്പോൾ 5 മണിയായി. ഇനി എപ്പം ഞാൻ കുളിക്കും, പ്രാഥമിക കർമ്മമെല്ലാം നടത്തും എന്ന് വിചാരിച്ചു പെട്ടെന്ന് 5:30 മുമ്പേ ആ നീലത്തിരി തെളിച്ച്. അത് ഇന്ന് വരെയും എനിക്ക് അത് വലിയൊരു അനുഗ്രഹമാണ്. എനിക്കത് അങ്ങ് ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിൽ. അതൊരു വലിയൊരു ശക്തിയാണ്. വലിയൊരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശക്തി നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ വീട്ടിൽ പോയി. പിന്നെ പിറ്റേ ദിവസം മുതൽ പ്രഭാതത്തിൽ സ്നാനം നടത്തുന്നു, തിരി കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പിന്നെ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നത്, എനിക്ക് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. മീൻ കഴിക്കാനൊക്കത്തില്ല, ഇറച്ചി കഴിക്കാനൊക്കത്തില്ല, മുട്ട കഴിക്കാനൊക്കത്തില്ല, വെജിറ്റബിൾ ചിലതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. എൻ്റെ ശരീരം ചുമക്കുക, ചൊറിയുക,
അവിടെ മാന്തി പൊളിച്ച് വെക്കുക. അത് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് കറുത്ത പാടുകളാവുക. അങ്ങനെ ഭക്ഷണമെല്ലാം അങ്ങ് ഉപേക്ഷിക്കുക, കഴിക്കാൻ വയ്യാത്ത അവസ്ഥയായി. പക്ഷേ അമ്മയുടെ ഒറ്റ തുള്ളി ഉടമ്പടി തൈലം ഞാൻ എൻ്റെ കയ്യിൽ ഇറ്റിച്ചിട്ട് ഞാൻ 2 കൈ കൊണ്ടും തൂത്തെൻ്റെ കയ്യിലും കാലിലും എല്ലാം പുരട്ടി കഴിഞ്ഞപ്പോൾ അത് എപ്പോഴാണ് മാറിയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ കറുത്ത പാടായിട്ട് നിന്നതൊന്നുപോലും എനിക്ക് പാട് കാണാൻ പോലും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാക്കി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതെല്ലാം എനിക്ക് എൻ്റെ അമ്മ മാതാവ് മാറ്റി തന്നു. പിന്നെ ഉടമ്പടിയിൽ അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിക്കാൻ, അത് നിത്യത വരേക്കും വേണ്ടിയിട്ട് അമ്മ മാതാവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാകുന്നു എന്നുള്ളത് അമ്മ മാതാവ് എനിക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ചൊവ്വാഴ്ചയും എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ ധ്യാന പ്രാർത്ഥനയിൽ അടുക്കളയിൽ ഉച്ചക്കലത്തെ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ മൊബൈൽ യൂട്യൂബ് ഓണാക്കി വെച്ചിട്ട് അച്ഛൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കും, ധ്യാന പ്രസംഗം കേട്ടുകൊണ്ടിരിക്കും. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമായിരിക്കും, ചിലപ്പോൾ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. അതവിടെ വെച്ചിട്ട് കൈ കഴുകിയിട്ട് ഓടി വന്ന് രോഗമുള്ള സ്ഥലത്ത് എനിക്ക് രോഗമില്ലാത്ത ആണെങ്കിൽ തന്നെ അച്ഛൻ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സമയം ഞാൻ 2 കൈകളും വിരിച്ചുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മേ നിലവിളിച്ചുകൊണ്ട്, അമ്മേ ഇന്നാർക്ക് ആ അച്ഛൻ പറയുന്ന രോഗമുണ്ട്, അതമ്മ മാറ്റിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. അതിനുള്ള ഒരു കൃപ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ രോഗമെന്ന് പറയുന്ന സമയത്ത് ഓടിച്ചെന്ന് അമ്മയുടെ തൈലവും ഉപ്പും എടുത്ത് അവർക്ക് കൊണ്ടൊന്ന് പുരട്ടി കൊടുക്കുവാനും ഉപ്പ് കൊടുക്കുവാനും എനിക്ക് ഒരനുഗ്രഹം അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്നു ഇതും ഒരമ്മ മാതാവാ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് മാതാവ് എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്, മാതാവേ ഞാൻ പറയുന്നുണ്ട്, മാതാവേ എനിക്ക് എന്തോ അർഹതയുണ്ട്, എനിക്ക് ഒരർഹതയുമില്ല അമ്മ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ, മഹാഭാവിയായ എന്നെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കാൻ എന്നിൽ എന്ത് നന്മയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ എടുക്കുമ്പോൾ ഫേസ്ബുക്ക് തുറക്കും, വാട്സപ്പ് നോക്കും, ഫേസ്ബുക്ക് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ഒരു 10 മിനിറ്റിൽ കൂടുതൽ എനിക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ശരീരം ചൂട് പിടിക്കുക, തല മരവിക്കുക, തലയങ്ങ് ചൂട് പിടിക്കുക, വല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോഴെൻ്റെ ഓർമ്മ കിട്ടും, അയ്യോ ഇത് മൊബൈൽ നോക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഞാൻ നോക്കിയത് കൊണ്ടായിരിക്കും എനിക്ക് ഈ അസ്വസ്ഥത. പെട്ടെന്ന് തന്നെ ആ ഫേസ്ബുക്ക് മാറ്റിയിട്ട് ഞാൻ യൂട്യൂബ് എടുക്കും, അച്ഛൻ്റെ പ്രസംഗം ധ്യാനപ്രസംഗം ഇടും, അതെടുത്ത് ഒരു സൈഡിൽ വെച്ചും കൊണ്ട് കേട്ടും കൊണ്ട് വീട്ടിൽ ബാക്കി ജോലികളൊക്കെ ചെയ്യും. അപ്പോൾ ഭർത്താവ് വരുമ്പോഴത്തേക്ക് ഉച്ചയ്ക്കുണ്ണാൻ വരുമ്പോഴത്തേക്ക് അത് ഏകദേശം തീരും. പിന്നീട് അച്ഛൻ്റെ പ്രാർത്ഥനയിലായിരിക്കും. അത് എൻ്റെ 2 കൈകളും വിരിച്ചുകൊണ്ട് അമ്മയെ മാതാവിനെ വിളിച്ച് സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട് ആ സമയത്തെ ആ ദൈവ അനുഗ്രഹം, ആ അഭിഷേകം ഞാൻ അനുഭവിക്കുന്നുണ്ട്. പിന്നീടുള്ള ഒരു രോഗസൗഖ്യം, എൻ്റെ വലതുവശത്തെ കിഡ്നി എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഹോസ്പിറ്റലിൽ പറഞ്ഞു വലത്തെ കിഡ്നിയിൽ ഒരു സിസ്റ്റുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് തിരിച്ച് ഗോവയിൽ പോയി കഴിഞ്ഞ് അവിടെ ഇവിടുന്ന് കിട്ടിയ പത്രമെല്ലാം ഞാൻ അവിടെ മെഡിക്കൽ കോളേജിലും അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും എല്ലാം ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോകും, കൊങ്കണി പത്രം കൊണ്ടുപോകും, കന്നഡ പത്രം കൊണ്ടുപോകും. അങ്ങനെ അവിടെ എല്ലാവർക്കും കൊടുക്കും. അവിടുത്തെ നേഴ്സുണ്ട്, ഒരു ആർ സി ലേഡിയുണ്ട്. ആ ലേഡി വന്നിട്ട് എന്നോട് പറയും, വന്നോ, പത്രം കൊണ്ടുവന്നോ, ഉപ്പ് കൊണ്ടുവന്നോ, ഞങ്ങൾക്കുള്ളത് ഇങ്ങ് തന്നാട്ട് എന്ന് പറയും. അങ്ങനെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കും. പക്ഷേ ഞാൻ കൊണ്ടുപോകുമ്പോൾ മാതാവിനോട് ഞാൻ പറയും, മാതാവേ എനിക്ക് കൂടുതൽ നടക്കാൻ വയ്യ, അമ്മ മാതാവ് എനിക്ക് വേണ്ടിയിട്ടുള്ള ആളിനെ, ഈ പത്രം കൊടുക്കാനുള്ള ആളിനെ അമ്മ മാതാവ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരണമെന്ന് പറയും.
അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചില ഡോക്ടർമാർക്കും ഒക്കെ കൊടുത്തേച്ച് ഞാൻ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. നക്ഷത്രം പോലെ ഈ ലേഡി ഒരു നേഴ്സ് സ്റ്റാഫാണ് അവിടുത്തെ. അവർ വന്ന് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. മാതാവേ, ഞാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്, അമ്മ മാതാവ് എനിക്ക് ആളിനെ കൊണ്ടു തരണം, ഞാൻ ഇത് വാങ്ങിക്കാൻ തക്ക ആൾ, ഇത് വായിക്കാൻ തക്ക ആളിനെ അമ്മ മാതാവ് എനിക്ക് കൊണ്ടു തരണമെന്ന് പറഞ്ഞു. അതും അമ്മ മാതാവ് കൊണ്ടു തന്നു. അതുപോലെ അവിടെ നോക്കിയപ്പോഴാണ് സിസ്റ്റ് ഉണ്ടെന്നുള്ള വിവരം അറിയുന്നത്. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു, കിഡ്നിക്ക് സുഖമില്ലാത്ത സിസ്റ്റുള്ള ഒരാളെ സൗഖ്യമാക്കുന്നു എന്ന് ജോസഫ് അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കിഡ്നിയിലേക്ക് എൻ്റെ ഒരു തുള്ളി തൈലം എടുത്ത് പുരട്ടിയിട്ട് എൻ്റെ കൈ വിരലെടുത്ത് ആ സ്ഥാനത്ത് വെച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ ഗോവ മെഡിക്കൽ കോളേജിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ അവർ പറയുന്നു ആ സിസ്റ്റ് അവിടെ ഇല്ല, അത് കാണാനില്ല. എന്നിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് എടുത്ത് അവരെ കാണിച്ചിട്ട് പറഞ്ഞു, ഉണ്ടെന്നാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇപ്പം അതില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിയിൽ പോകുന്നുണ്ട്, അതൊരു മാതാവിൻ്റെ പള്ളിയാണ് എന്ന് ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു. അങ്ങനെ മാറിയതാണ് എന്ന് പറഞ്ഞു. അതുപോലെ കാരുണ്യപ്രവർത്തികൾ ഞാനിവിടുന്ന് പത്രം കൊണ്ടുപോകുന്നത് ഗവൺമെൻറ് ആശുപത്രിയിലും ഇവിടുത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും എല്ലായിടത്തുമായിട്ട് ഞാൻ കൊടുക്കും. അവരോട് ചിരിച്ചുകൊണ്ട് അപ്പം അവർ ചോദിക്കും എന്തെങ്കിലും ഇത് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ്, എനിക്ക് പറയാൻ കൂടിയാണെന്ന് പറയും. ചിലർ കേൾക്കും, ചിലർ കേൾക്കാതിരിക്കും. പത്രം കൊടുത്തിട്ട് പോരും, പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നത്, എനിക്ക് ഗോവ ഗവൺമെൻറ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവ ഗവൺമെൻറ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 രൂപ എനിക്ക് മാസം അവർ തരുന്നുണ്ട്, ഹൗസ് വൈഫ് എന്നും പറഞ്ഞ്. ഇവിടെ അത് 60 വയസ്സ് തികയുന്നിടത്ത് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത്. അത് ഞാൻ ബാങ്കിൽ പോയി എടുത്തുകൊണ്ട് വരുമ്പം ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ ഞാൻ അവർക്കതിൻ്റെ വീതം കൊടുക്കാതെ ഞാൻ കൊണ്ടുപോരത്തില്ല. വിശക്കുന്നവരോ ദാഹിക്കുന്നവരോ അല്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനത് കൊടുത്തിട്ടാണ് പോകുന്നത്. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു മനുഷ്യൻ, സുബോധമില്ലാത്ത ഒരു മനുഷ്യനായിരിക്കും, ആ മനുഷ്യനെ കണ്ടു. ഞാൻ വിചാരിച്ചു ഞാൻ പോയി പൈസ എടുത്തേച്ച് തിരിച്ചു വരുമ്പോഴും ആ വ്യക്തിയെ കാണണേ, എനിക്ക് അവരുടെ പുറകെ ഓടിപ്പോകാൻ എനിക്ക് ആവതില്ല, കാണണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പൈസ എടുത്തുകൊണ്ട് വന്ന് തിരിച്ചു വന്നപ്പോഴും ആ ആളെ വേറൊരു സ്ഥലത്ത് വെച്ച് എനിക്ക് അന്നേരം തന്നെ കാണാൻ പറ്റി. ആളിൻ്റെ കയ്യിൽ ചെരുപ്പ് മേടിച്ചോ, എനിക്ക് ഇനിയും പോയി ചെരുപ്പ് കടയിൽ പോയി, അതിൻ്റെ കാലിൽ ചെരുപ്പില്ല. ചുട്ടുപൊള്ളുന്ന ടാറിട്ട റോഡിൽ കൂടി അദ്ദേഹം നടക്കുന്ന കണ്ടപ്പോൾ എൻ്റെ യേശു ചമ്മട്ടി കൊണ്ടടിച്ചതും വിലാപ്പുറത്ത് കുത്തിയതും കൈകാലുകൾ കുത്തിയിളക്കിയതും എല്ലാം എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹത്തിൻ്റെ കാല് പൊള്ളുന്നുണ്ടല്ലോ എന്നെനിക്ക് ഓർമ്മ വന്നു. ഞാൻ അദ്ദേഹത്തിന് കാശ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ കാലിന് യോജിച്ച 2 ചെരുപ്പ് വാങ്ങിച്ചിട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശ് കൊടുത്തു. അങ്ങനെ എൻ്റെ കണ്ണിൽ കാണുന്ന, എനിക്ക് മാറ്റി വെക്കാൻ 50 രൂപയുണ്ടെങ്കിൽ പോലും ഞാനതെടുത്ത് വേറൊരാൾ എനിക്ക് കൊടുക്കണമെന്ന് തോന്നുന്ന ആളിനെ ഞാനത് കൊടുത്തിരിക്കുമെന്നുള്ളത്. അങ്ങനെ മാതാവിൻ്റെ വലിയ അനുഗ്രഹങ്ങളൊക്കെയും എനിക്ക് നൽകുന്നുണ്ട്. ഇത് നന്ദി പറയുന്നു. 100,000 നന്ദി അമ്മ. എന്നെ ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ അമ്മ മാതാവ് എന്നെ അനുവദിച്ചതിന് നന്ദി പറയുന്നു. സുവിശേഷം 4:24 എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അപസ്വരായവരെയും പിശാച് ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. അമ്മിണി തോമസ് എന്ന ഈ സഹോദരി ഏറെ ജീവിത ക്ലേശങ്ങളോടുകൂടി, രോഗക്ലേശങ്ങളോടുകൂടി അമ്മയുടെ അരികിൽ വന്നതും അമ്മ മാതാവ് വന്ന ദിവസം തന്നെ മകളെ സൗഖ്യപ്പെടുത്തി സാധാരണ ജീവിതത്തിലേക്ക് നയിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. സാക്ഷ്യത്തിൻ്റെ ആദ്യ അവസാനം എത്ര കണ്ട് പരിശുദ്ധമ്മയിൽ ശരണപ്പെട്ട് എളിമയോടുകൂടി വിശ്വസിക്കുകയും ഉടമ്പടി എടുത്ത നാൾ മുതൽ ഉടമ്പടി എങ്ങനെ ജീവിക്കണം,
ഏറ്റവും വിശുദ്ധിയിലും ഏറ്റവും ചിട്ടയിലും അതിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഏറ്റവും ഹൃദയ അലിവിലും നൽകണമെന്ന ആ ഒരു സമർപ്പണ മനസ്സ് അമ്മയ്ക്കുള്ളത് അമ്മ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുകയാണ്. അമ്മയുടെ ശാരീരികമായ രോഗക്ലേശങ്ങളിൽ ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സൗഖ്യം ലഭിച്ചത്, കിഡ്നിയുടെ രോഗസമയത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ, അച്ഛൻ്റെ ആരാധനയുടെ സൗഖ്യ പ്രാർത്ഥനാ സമയത്ത് ആ രോഗം പൂർണ്ണമായി മാറിപ്പോയത്, അധിക നേരം സോഷ്യൽ മീഡിയയൊന്നും കാണുവാൻ പോലും നോക്കിയിരിക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം സാക്ഷ്യങ്ങൾ മണിക്കൂറുകൾ കാണുമ്പോഴും യാതൊരു ക്ലേശവുമില്ലാതെ അതിൽ പങ്കുചേരുവാനും പ്രാർത്ഥിക്കുവാനും നിരന്തരം അമ്മയ്ക്ക് മാതാവിലൂടെ ഈശോ സഹായിക്കുന്നത്, അതൊക്കെ അമ്മ തൻ്റെ സാക്ഷ്യമായി പങ്കുവയ്ക്കുകയാണ്. ഹൃദയഭാരത്തോടെ അമ്മയുടെ അരികിലെത്തി നടക്കുവാനുള്ള ക്ലേശം, വാഹനത്തിനടിയിലേക്ക് വീഴുവാനുള്ള പ്രവണത, പലതരത്തിലുള്ള സ്വാധീനങ്ങൾ തന്നെ ഉള്ളതുപോലെ തനിക്ക് തന്നെ മനോനില തെറ്റിയതാണോ, ദുരാത്മാക്കൾ നയിക്കുന്നതാണോ എന്നറിയാത്ത വിധത്തിൽ തൻ്റെ ജീവിതം ആകെ കലുഷിതമായി പോകുമ്പോഴും അമ്മയുടെ അരികിൽ വന്ന് എൻ്റെ അമ്മ മാതാവും ഈശോയും ഞാൻ ആയിരിക്കുന്ന ഈ വലിയ ക്ലേശാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കുകയും ആരോഗ്യം നൽകുകയും ചെയ്യുമെന്ന പ്രത്യാശയോടെ അമ്മയുടെ അരികിൽ വന്ന് ആശ്വാസം നേടി സൗഖ്യം നേടി ജീവിതം സമർപ്പിച്ച് ഉടമ്പടി ജീവിതമാക്കിയ സഹോദരിയുടെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. അമ്മയുടെ പ്രായാധിക്യത്തെക്കാളേറെ അമ്മ കരുണയോടും സ്നേഹത്തോടും അമ്മയ്ക്ക് ചെയ്യാനാവുന്ന ഓരോ നന്മ പ്രവൃത്തിയും എളിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ സുന്ദരമായി അമ്മ സൂചിപ്പിച്ചു. ഒരു വ്യക്തി വളരെ മുഷിഞ്ഞ വസ്ത്രങ്ങളോടുകൂടി നഗ്നപാതനായി പൊള്ളുന്ന റോഡിലൂടെ നടക്കുന്നത് കണ്ട് എത്ര കണ്ട് ആ ഹൃദയം നൊന്തുവെന്നും തനിക്ക് കിട്ടിയ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ആ വ്യക്തിക്ക് ചെരുപ്പ് വാങ്ങുവാൻ കൊടുത്തുകൊണ്ട് ആ ദൈവകാരുണ്യത്തിൻ്റെ നല്ല മനസ്സ് പ്രകടിപ്പിക്കുവാൻ ഉടമ്പടി ജീവിതം എങ്ങനെ സഹായിച്ചുവെന്നും. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ പുതിയ മനുഷ്യരാക്കുന്നു. ഉടമ്പടി നമ്മുടെ വിശ്വാസത്തിന് വിശ്വസ്തതയും ആഴവും നൽകുന്നു. ഉടമ്പടി നമ്മുടെ ജീവിതത്തെ കൂടുതൽ അൻപുള്ളവരും അലിവുള്ളവരുമായി ദൈവസ്നേഹത്തിൻ്റെ മുഖമായി ജീവിക്കുവാൻ നിരന്തരം നമ്മളെ സഹായിക്കുന്നു. ഉടമ്പടി ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയിലും ശക്തനായ ദൈവത്തിൽ അല്പം പോലും സംശയിക്കാതെ ശരണപ്പെടുവാൻ നമ്മളെ ബലമുള്ളവരാക്കുന്നു. അതെല്ലാം നമുക്ക് അനുഗ്രഹത്തിനും മേൽഗതിക്കും ജീവിത സുസ്ഥിതിക്കും കാരണമായി തീരുകയും ചെയ്യുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ അമ്മച്ചിക്ക് ലഭിച്ച എല്ലാ ദൈവിക അനുഭവങ്ങൾക്കും ശാരീരിക മാനസിക അന്നമനണ്ട ഇടവകപ്പള്ളി. ഞാൻ UK-ൽ 20 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. നേഴ്സായിട്ടാണ് എൻ്റെ പ്രൊഫഷൻ. ഞാൻ 2015 തുടങ്ങി 2024 വരെ ഒരു ഏജൻസി നേഴ്സായിട്ടാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പെർമനൻറ്റ് ജോലിയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യം എനിക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് ഞാനങ്ങനെ ഏജൻസി ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 2024 ആയപ്പോഴേക്കും നമ്മുടെ ഒത്തിരി ഓവർസീസ് നേഴ്സസ് വന്നപ്പോൾ ഞങ്ങൾക്ക് ജോലിയൊക്കെ ഇല്ലാതെയായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഓർത്തു എവിടെയെങ്കിലും ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് NHS-ലോട്ട് വീണ്ടും പെർമനൻ്റായിട്ട് ജോയിൻ ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാൻ താൽക്കാലികമായിട്ട് ഒരു നേഴ്സിംഗ് ഹോമിലോട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തു. എനിക്കത് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ 2024 സെപ്റ്റംബർ 5-ാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഒരാഴ്ചയിൽ 2 ഷിഫ്റ്റ് വെച്ചാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഒക്ടോബർ 7-ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് ഫിറ്റ്സായി. അപ്പോൾ ഞാൻ 999 ഞങ്ങളവിടെ വിളിക്കുന്നത് ആംബുലൻസിന് വേണ്ടി. അത് വിളിച്ചു. പേഷ്യൻ്റ് അപ്പോഴേക്കും പെട്ടെന്ന് അറസ്റ്റായി. അപ്പോഴേക്കും ആംബുലൻസുകാർ എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നു, CPR സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ CPR സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ നഴ്സിംഗ് ഹോമിലാണെങ്കിൽ നമുക്ക് ഓക്സിജനോ ഒന്നും നമുക്ക് നമ്മുടേതായ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. പേഷ്യൻ്റ് സൈനോസായി, ഞാനാകെ സ്ട്രെസ്സായി. പേഷ്യൻറ്റിന് അപ്പടി ഫ്രോത്തൊക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് സക്ഷൻ ചെയ്യണം. ഞാൻ പെട്ടെന്ന് ഒരു സക്ഷൻ മെഷീൻ എടുത്തുകൊണ്ടിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കെയർ അസിസ്റ്റൻ്റിനോട് പറഞ്ഞു. അവർ സക്ഷൻ മെഷീൻ എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ നോക്കിയപ്പോൾ പേഷ്യൻ്റെ ഫയലും എടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ സക്ഷൻ മെഷീൻ എടുത്തുകൊണ്ടപ്പോൾ അവർ അതിൻ്റെ സക്ഷൻ ട്യൂബ് കൊണ്ടുവന്നില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ സീനിയർ കെയറിന് ഞാൻ പേഷ്യൻ്റിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയി സക്ഷൻ്റെ ട്യൂബ് എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ ഞാൻ പേഷ്യൻ്റെ ഫയൽ എടുത്തുകൊണ്ടുവന്നു. പക്ഷേ പേഷ്യൻ്റെ ഫയൽ ഞാൻ തെറ്റി എടുത്തുകൊണ്ടുവന്നത്. ഞാൻ ജീൻ ഗ്രീൻ എന്നുള്ള പേഷ്യൻ്റെ ഫയലാണ് ഞാൻ എടുത്തുകൊണ്ടുവന്നത്.
പേഷ്യൻ്റെ പേര് ജോൺ സാൽവ, വേറെ ഏതൊരു പേഷ്യൻ്റെ ഫയലായിരുന്നു ജേൺ. അവിടെ പേഷ്യൻറ്റിൻ്റെ ഫയലിൻ്റെ ഇങ്ങനെ ഇനീഷ്യൽ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നു, തെറ്റ് ഫയൽ എടുത്തുകൊണ്ടുവന്നു. അങ്ങനെ എടുത്തുകൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻറ്റിന് റിസസിറ്റേറ്റ് ചെയ്യാനുള്ള പേഷ്യൻ്റായിരുന്നു. അപ്പോൾ ആംബുലൻസിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഞാൻ CPR സ്റ്റാർട്ട് ചെയ്തു. പേഷ്യൻ്റ് പെട്ടെന്ന് അറസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് CPR സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് CPR സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആംബുലൻസുകാർ വന്നു. അത് കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും പേഷ്യൻ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് സീനിയർ കെയർ പറഞ്ഞു, നീ പേഷ്യൻ്റ് ഫയലെടുത്ത് മാറ്റിയാണ് നീ CPR സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ പേഷ്യൻറ്റിന് CPR ചെയ്യാൻ പാടില്ലാത്ത പേഷ്യൻ്റായിരുന്നു, ഡു നോട്ട് റിസസിറ്റേറ്റ് ആയ പേഷ്യൻ്റായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇൻസിഡൻറ്റ് ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പുതിയതാണല്ലോ, ഞാൻ ഇൻസിഡൻറ്റ് ഫോമെല്ലാം ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് രാവിലെ വന്നപ്പോഴേക്കും എന്നെ അവർ ഓഫീസിലോട്ട് വിളിച്ചു, ഒത്തിരി വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് ക്ലിനിക്കൽ സിസ്റ്റർ എല്ലാം കൂടി വന്നിട്ട് എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 1 hour മീറ്റിംഗ്. അവർ പറഞ്ഞു ഞങ്ങൾ NMCക്ക് ഇൻഫോം ചെയ്യും, നിൻ്റെ പിൻ നമ്പർ ലൂസ് ആവുമെന്ന് പറഞ്ഞു. അപ്പം അവർ പറയുന്ന എന്തൊക്കെയോ എന്നോട് പറയുന്നു, പക്ഷെ ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷേ എൻ്റെ പിൻ നമ്പർ എനിക്ക് ലൂസ് ആകരുത്, എങ്ങനെയായാലും എനിക്ക് പിൻ നമ്പർ വേണം. ജോലി പൊക്കോട്ടെ, എനിക്കതിൽ വിഷയമില്ലാന്ന് ഞാൻ അവരോട് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, ജോലി ഞാൻ എവിടെ നിന്നായാലും ഞാൻ കണ്ടുപിടിച്ചല്ലോ. ഞാൻ 20 വർഷമായിട്ട് ഞാൻ നേഴ്സായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്കതിൽ അങ്ങനെ, പക്ഷേ അവരൊന്നും പറഞ്ഞില്ല. എൻ്റെ ജോലി ഓൾറെഡി പോയി എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എങ്ങനെ വീട്ടിലോട്ട് പോകണമെന്ന് അറിയത്തില്ല. അവർക്ക് തന്നെ പേടിയായി ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞാൻ വീട്ടിലെത്തുമെന്ന്. അപ്പോൾ എന്നോട് പുള്ളിക്കാരി നേഴ്സ് അവിടുത്തെ മാനേജർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും തന്നെ പേടിയായി. ഞാൻ ആകെ സ്ട്രെസ്സായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഞാൻ ഒരു കണക്കിന് ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തി, കാരണം ഒത്തിരി ട്രാഫിക്കുള്ള സമയമായിരുന്നു. വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ കണ്ടപ്പോൾ തോന്നി എനിക്കെന്തോ സംതിങ് കുഴപ്പം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ പ്രോബ്ലം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ നീ അവർക്കൊരു മെസ്സേജ് ഇട്ടേക്ക്, ഞാനിവിടെ സേഫായി വീട്ടിലെത്തിയെന്ന് പറയാൻ. അങ്ങനെ എനിക്കപ്പടി വിഷമായി. ഞാൻ ഓർത്തു എൻ്റെ പിൻ നമ്പർ പോയി, ഇനി എന്നാ ചെയ്യും. അങ്ങനെ മനസ്സിൽ വിഷമിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു നീ ഒരു ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇപ്പോൾ തന്നെ ഇടാൻ പറഞ്ഞു ഈ പ്രശ്നം വെച്ച്. അങ്ങനെ ഞാൻ ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഒരു 3-ാമത്തെ ദിവസം എനിക്കൊരു ലെറ്റർ വന്നു. അതായത് പിൻ നമ്പറിന് എൻ്റെ ഒന്നും സംഭവിച്ചിട്ടില്ല, അവർ എന്നെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവർ എൻ്റെ ബാക്കി ആ മാസത്തെ 1 മാസത്തിൽ ജോലി ചെയ്തുള്ളൂ, ആ മാസത്തെ സാലറി എല്ലാം നീ ഒക്ടോബർ എൻഡിൽ നിനക്ക് സാലറി കിട്ടുമെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നു. അങ്ങനെ എനിക്കത് വലിയൊരു ആശ്വാസമായി. കാരണം ഞാൻ ഓർത്തു അമ്മ എൻ്റെ പിൻ നമ്പർ കളഞ്ഞില്ലല്ലോ, ജോലിയല്ലേ പോയുള്ളൂ, ജോലി എനിക്ക് ഇനിയായാലും ജോലി കിട്ടുമല്ലോ. അങ്ങനെ വീണ്ടും ഞാൻ നഴ്സിംഗ് ഹോമിൻ്റെ യത്നങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാൻ ഹോസ്പിറ്റലിലോട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ അപ്ലൈ ചെയ്തു. ഞാൻ അതിൻ്റെ ബ്രാഞ്ചുകൾ അങ്ങനെ ഓൾമോസ്റ്റ് 8 ഇൻ്റർവ്യൂ ഞാൻ അപ്ലൈ ചെയ്തു. എല്ലാ ഇൻ്റർവ്യൂ നല്ലതായിരുന്നു. പക്ഷേ അവർ പറയും ഒരു വേക്കൻസിയെ ശരിക്കും ഉണ്ടാവുള്ളൂ, 1-2 വേക്കൻസി ഉണ്ടാവുള്ളൂ. റീന നിൻ്റെ 1 മാർക്കിന് വേണ്ടി നീ പോയി, മറ്റുള്ളതാണ് നിന്നിൽ നിന്ന് 1 സ്കോർ അവർക്കാണ് കൂടുതൽ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ജോലികൾ ഞങ്ങൾക്ക് അവർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ദൈവമേ എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ എപ്പോഴും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു December 26 എൻ്റെ ബർത്ത്ഡേ ആണല്ലോ, ദൈവമേ അന്നെങ്കിലും എനിക്ക് മാതാവ് ഒരു വഴി തെളിയിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ December 23 എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. റെസ്പിറേറ്ററി വാർഡ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വാർഡും ഞാൻ എൻ്റെ അവിടുത്തെ എല്ലാവരും എന്നെ അറിയുന്നത്. അപ്പോൾ ഞാനത് ഓക്കെ അതെന്തായാലും എനിക്ക് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. രാവിലെ ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരുന്നു. അത്രയും നാളുണ്ടായിരുന്ന ഇൻ്റർവ്യൂ പോലെയല്ലായിരുന്നു, ഭയങ്കര ടഫായിരുന്നു. അങ്ങനെ എനിക്കും അവർക്കും വിഷമമായി. കാരണം ഞാൻ എന്നെ ഇത്തിരി വയസ്സായിട്ടുള്ളൂ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്നോർത്ത് അവർക്കും ഒരു വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കറിയാമായിരുന്നു കിട്ടില്ല എന്നറിയായിരുന്നു. ഞാൻ 3 മണിയായപ്പോൾ അവർ എന്നെ വിളിച്ച് പറഞ്ഞു റീന അൺഫോർച്ചുനേറ്റ്ലി നീ അൺസക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഇതും പോയല്ലോ. അങ്ങനെ ഞാൻ മനസ്സിൽ വിഷമിച്ചു. അപ്പോൾ മാനേജർ എന്നോട് പറഞ്ഞു അത് സാരമില്ല റീന, കാരണം നീ അടുത്ത ചാൻസ് നിനക്ക് വരികയാണെങ്കിൽ നീ നെക്സ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്, നിനക്ക് അടുത്ത ചാൻസ് വരുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം, നീ ഒരു കാര്യം ചെയ്യും, നീ ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ക്രിസ്മസ് കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് വിളിക്കാനായിട്ട് December 31 ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ അന്ന് ലീവാണ്. അത് കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് ആ ആഴ്ചയിൽ ലീവ് ചെയ്തപ്പോൾ പറഞ്ഞു അവർ സിക്ക് ലീവ് ആണെന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് 1 മന്ത് കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ഫെബ്രുവരിയിൽ ഞാൻ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ 6-ാം തീയതി, അതായത് ഇനി February 6 ഈ 6-ാം തീയതിക്ക് ഉള്ളിൽ നിങ്ങളുടെ പ്രോബ്ലംസൊക്കെ സോൾവ് ആകും എന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ എന്നാൽ 6-ാം തീയതി വെയിറ്റ് ചെയ്യാം. അങ്ങനെ 6-ാം തീയതി എനിക്കൊരു കോൾ വന്നു
കോൾ വന്നല്ല, ഞാൻ ഹോസ്പിറ്റലിലോട്ട് വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, റോണി നീ എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓ സോറി, ഞാൻ അൺവെല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ലീവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്നാ നീ വരണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ കാണുമെന്നാണ് പറഞ്ഞു, പേഴ്സണലി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പുള്ളിക്കാരി പറഞ്ഞു 13th എൻ്റെ മാനേജേഴ്സ് ഡേ ആണ്, നീ അന്ന് വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ പണ്ട് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്ന് എന്നോട് വീണ്ടും ഒന്നും കൂടി ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ഞാൻ ഓൾറെഡി ആ ഇൻ്റർവ്യൂവിൽ ഞാൻ തെറ്റായ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ ഞാൻ എല്ലാം നല്ലപോലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നീ എന്തുകൊണ്ട് അന്ന് ഇൻ്റർവ്യൂവിന് ഇതുപോലെ പെർഫോം ചെയ്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് എനിക്കിത്തിരി പേടിയുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എനിവേ ഓക്കെ. അപ്പോൾ പുള്ളിക്കാരി അന്ന് എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ സെലക്റ്റഡ് ആണോ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ഐ വിൽ ലെറ്റ് യു നോ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ വന്നായിരുന്നു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ. അവിടെ എനിക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റീന നീ ഇപ്പോഴും ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണോ, യു ആർ സെലക്റ്റഡ്, നീ ഞങ്ങളുടെ വാർഡിലോട്ട് വെൽക്കം ടു വാർഡ് 70 എന്ന് പറഞ്ഞു. അത് റെസ്പിറേറ്ററി വാർഡാണ്, എൻ്റെ ഇഷ്ടമുള്ള വാർഡുമാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. അപ്പോൾ പിന്നെ റെഫറൻസിന് കുറച്ചും കൂടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഏജൻസി വർക്ക് ചെയ്തുകൊണ്ട് ആ ഏജൻസി ഓൾറെഡി അവിടെ നിന്ന് പോയായിരുന്നു. എനിവേ അവരെൻ്റെ പ്രീവിയസ് ആൾക്കാരുടെ റെഫറൻസും ഒക്കെ അവർ ആക്സെപ്റ്റ് ചെയ്തു. എനിവേ ഞാൻ ആ ജോലിയിൽ കയറി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ ഭംഗിയായിട്ട് പോകുന്നു, ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ആ ജോലി ഇല്ലാത്ത സമയത്ത് ഞാൻ മാനസികമായിട്ട് ഒത്തിരി തളർന്നിരുന്നു. എന്നും ഞാൻ ഒരിക്കലും ഒത്തിരി പ്രാർത്ഥിക്കാറൊന്നുമില്ല. ഞാൻ 5 മണിക്ക് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞു ഏകദേശം ഒരു 1.5 മണിക്കൂർ പ്രാർത്ഥന, ഒരു 4 കൊന്ത എത്തിയും. പിന്നെ പിള്ളേർ, എൻ്റെ മക്കൾ 2 പേരും ഡോക്ടേഴ്സാണ്, അവരൊക്കെ ഡ്യൂട്ടിക്ക് പോകും. ഹസ്ബൻഡാണെങ്കിൽ രാവിലെ ബിസിനസ്സാണ്, പുള്ളി വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ കഴിഞ്ഞ് പിന്നെ ഉറക്കത്തിൽ പിന്നെ കരഞ്ഞാണ് പിന്നത്തെ എൻ്റെ പ്രാർത്ഥന. അങ്ങനെ അവരൊക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു. അവരെന്നോട് എപ്പോഴും ചോദിക്കും, മമ്മി എന്തിനൊക്കെ അറിയുന്നത്, മമ്മിക്ക് ഫൈനാൻഷ്യലായിട്ട് മമ്മി ഇതല്ലേ, പിന്നെ എന്തിനാ ഇത്ര പേടിക്കുന്നത്, ജോലി സാരമില്ല, ഇത്രയ്ക്ക് പ്രായമായില്ലേ, മമ്മി ഇത്രയും നാൾ ജോലി ചെയ്തു, ഇത്ര ഞങ്ങളെ വളർത്തി നല്ല നിലയിലാക്കി, ഇനി എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ജോലി ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് 18 വയസ്സിൽ ഞാൻ നേഴ്സിങ്ങിന് പോയത്, ഇന്ന് വരെ ഞാൻ ജോലി ഇല്ലാതെ ഇരുന്നിട്ടില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു 2-3 മാസം ഞാൻ എങ്ങനെ കഴിഞ്ഞതെന്ന് അറിയത്തില്ല. എനിവേ ഇപ്പോൾ നല്ലൊരു ജോലി തന്നു ദൈവം എന്നെ, മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ വീട് 2018 വെള്ളപ്പൊക്കത്തിൽ ഒത്തിരി നാശമായി പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു വീടൊന്ന് പുതിയതൊന്ന് പണിയാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങിയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും കേരളിൻ്റെ പ്രശ്നങ്ങളും കോവിഡും ഒക്കെ വന്ന് ഞങ്ങൾക്ക് ആ വീട് പണിയാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഈ 2024 ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊരു വീടിൻ്റെ കാര്യം ഞാൻ അതിൽ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പഴയ വീട് തന്നെ ഞങ്ങൾക്ക് പുതുക്കി പണിത് ഞങ്ങളതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ 2025 ജൂൺ 30 നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വരുന്ന പേപ്പേഴ്സ്, ഇവിടുന്ന് പത്രം വാങ്ങി ഞങ്ങളത് എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ പള്ളിയിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആര് സഹായം അപേക്ഷിച്ച് വന്നാലും ഞാൻ ഒരിക്കലും അവരെ നിരാശരാക്കാറില്ല. ഞാൻ എന്നെ കൊണ്ടാകുന്നതൊക്കെ ഞാൻ സഹായം കൊടുക്കാറുണ്ട്. പിന്നെ 2 പിള്ളേരെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നേഴ്സിംഗ് സ്റ്റുഡൻസിനെ. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരു വീട് പണിക്കൊരു ഒരാൾക്കാർ ഞങ്ങൾ ഇത് ചെയ്തിട്ട് ഞങ്ങൾ ആ വീടിൻ്റെ ബാക്കിയുള്ള കമ്പിയും സിമെൻറ്റും ഞങ്ങളാണ് വീടിൽ നിന്ന് അവർക്ക് സ്പോൺസർ ചെയ്ത് കൊടുത്തത്. പള്ളി ഇടപെട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ആധ്യാത്മികമായിട്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് പ്രാർത്ഥന എന്ന് വെച്ചാൽ ഒരു കൊന്ത ഉണ്ടായിരുന്നുള്ളൂ, കുടുംബ പ്രാർത്ഥനയിൽ ഒരു കൊന്ത, അല്ലാതെ ഞാൻ വേറൊരു കൊന്ത എത്തിക്കാറില്ല. പള്ളിയിൽ ഞാൻ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ പോകും. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരു 2-3 കൊന്ത എന്തായാലും എത്തിക്കും. പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തുവാൻ അമ്മയും തിരുക്കുമാരനും എന്നെ ഇടവരുത്തതിന് ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീന ജെയിൻ. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത കാലടി മങ്കുടി ചേരാനെല്ലൂർ ഹോളി ഫാമിലി ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ അയർലൻഡിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ മാസം 10-ാം തീയതി
ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് അയർലൻഡിലോട്ട് പോകാനുള്ള എൻ്റെ പേപ്പർ വർക്ക്സൊക്കെ തുടങ്ങിയ സമയമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഞാൻ അയർലൻഡിലോട്ട് പോയിരുന്നത്. കാരണം എനിക്ക് പുറത്തു പോകാനുള്ളൊരു താല്പര്യമൊന്നും ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ എനിക്കൊരു സാഹചര്യം ഒരുങ്ങി വരികയും ഞാൻ വിതിൻ 3 months എൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം റെഡി ആവുകയും ഞാൻ അയർലൻഡിലോട്ട് പോവുകയും ചെയ്തു. അവിടെ വെച്ച് ആഫ്റ്റർ 2 years സാധാരണയായി നമ്മുടെ വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യണം. ആ റിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റിന്യൂവൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തിനകം അത് റിന്യൂവൽ ചെയ്തു വരും. പക്ഷേ ഞങ്ങളുടെ ഒരു 8 പേരെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 മാസം കൊണ്ട് വരുന്നത് 2 മാസമായി 3 മാസമായി അങ്ങനെ 8 മാസം വരെ അത് കാലതാമസമായി. ഞങ്ങളുടെ വർക്ക് പെർമിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഞങ്ങളുടെ വിസയും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും. വർക്ക് പെർമിറ്റ് ഇല്ലാതെ നമുക്ക് വിസ അവിടെ റിന്യൂ ചെയ്ത് കിട്ടില്ല. എൻ്റെ ഈ സാഹചര്യത്തിൽ എൻ്റെ പാസ്പോർട്ടും എക്സ്പയറി ആയി. അപ്പോൾ ഇതെല്ലാം അവിടുത്തെ എൻ്റെ ആ സ്റ്റാറ്റസിനെ ബാധിച്ചിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് എന്നും ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി ധ്യാനവും ഒക്കെ കൂടുമ്പോൾ മാതാവിനോട് എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ കാര്യം ഒന്ന് നടത്തി തന്നെ എൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്ത വിസ തടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും ആ നിയമങ്ങളോട് ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരു കുഴപ്പവുമില്ലാതെ എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് 19 എൻ്റെ 8 മാസം എത്തി ഞങ്ങളുടെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന എല്ലാവരെയും വിസ റിന്യൂ ചെയ്ത് വന്നു. അതേസമയം ഇൻ ബിറ്റ്വീൻ എൻ്റെ ജൂലൈ 16 എൻ്റെ പാസ്പോർട്ട് എക്സ്പയറി ആയിരുന്നു. പക്ഷേ നമ്മൾക്ക് പ്രയർ ടു 3 months വി ഹാവ് ടു റിന്യൂ ദാറ്റ് വൺ. പക്ഷേ ഞങ്ങൾക്കത് റിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് വിസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാതിരുന്ന സമയത്ത് ഞാൻ എൻ്റെ നേഴ്സിംഗ് ഹോമിൽ നിന്ന് HR നിന്ന് എനിക്കൊരു പേപ്പർ തരുവാണ്. ഞാൻ ഡ്യൂട്ടിയിൽ ഷീന പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഇങ്ങനെ ആപ്ലിക്കേഷൻ വർക്ക് പെർമിറ്റ് റിന്യൂവലിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. പക്ഷേ എൻ്റെ കയ്യിൽ ബാക്കി ഡീറ്റെയിൽസ് ഒന്നുമില്ല. എക്സ്പയറി ആയ എൻ്റെ വിസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എക്സ്പയറി ആയ പാസ്പോർട്ടും എക്സ്പയറി ആയ വിസയും കൊണ്ട് ഞാൻ ഇന്ത്യൻ എംബസിയിലോട്ട് ചെന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയി, എനിക്ക് ഇതിലൊരു കഴിവുമില്ല, പക്ഷെ നീ ഇടപെട്ടാൽ എല്ലാം ഭംഗിയായി നടക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിലെ ഉപ്പും കൊണ്ടുപോയി ഇന്ത്യൻ എംബസിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ ഉപ്പ് അതിൻ്റെ ഒരു കോർണറിൽ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ സ്റ്റാഫിന് എൻ്റെ പാസ്പോർട്ടും എൻ്റെ വർക്ക് പെർമിറ്റ് ഈ വിസയും കൈമാറി, എൻ്റെ എക്സ്പയറി ആയ വിസ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് വിസ ഓൾറെഡി എക്സ്പയറി ആയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാസ്പോർട്ട് റിന്യൂ ചെയ്യണമെങ്കിൽ വാലിഡ് വിസ നിർബന്ധമാണ്. എൻ്റെ സാഹചര്യത്തിൽ അതൊരു 8 മാസമായിരുന്നു ഓൾറെഡി എക്സ്പയർഡ് ആയിട്ട്. പക്ഷേ ഇത് വാങ്ങിച്ച് എൻ്റെ ആ ലെറ്റർ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു തടസ്സവുമില്ലാതെ എന്നവണ്ണം അയാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ എക്സ്പയറി ആയ വിസ വാങ്ങിക്കുകയും എൻ്റെ പാസ്പോർട്ട് വാങ്ങിക്കുകയും ഒരു തടസ്സവുമില്ലാതെ എല്ലാം അയാൾ തന്നെ, എൻ്റെ കയ്യിൽ ഒരു കോപ്പി പോലും ഇല്ല, കാരണം ഞാനിത് എക്സ്പെക്റ്റഡ് അല്ല. അപ്പോൾ ഒരു കോപ്പി പോലും ഇല്ലാതെ അയാൾ തന്നെ അകത്ത് നിന്ന് ആ സാറ് ആ കോപ്പിയൊക്കെ എടുത്ത് എൻ്റെ എല്ലാം ഡീറ്റെയിലും വാങ്ങി എന്നോട് പറഞ്ഞു, ആഫ്റ്റർ 1 month യു വിൽ റിസീവ് ഇറ്റ് എന്ന് പറഞ്ഞു. ഞാനങ്ങനെ എൻ്റെ അത് കൊടുത്ത് ഞാൻ റൂമിലോട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ HR ഞാൻ വിളിച്ച് പറഞ്ഞു, എൻ്റെ പാസ്പോർട്ട് അവർ റിന്യൂവൽ ആപ്ലിക്കേഷന് കൊടുത്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിലെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഷീന ദിസ് ഈസ് ക്വൈറ്റ് അൺനാച്ചുറലാണ്, കാരണം നിനക്ക് ഇതിങ്ങനെ കിട്ടിയത് നിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. ശരിക്കും എൻ്റെയും എനിക്ക് വേണ്ടി ഒത്തിരി പേര് അന്ന് പ്രാർത്ഥിച്ചായിരുന്നു. എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ ചേച്ചി, അങ്ങനെ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ്. ഇത് കാരണം എനിക്കൊരു രേഖയുമില്ല. ഒരു എമർജൻസി ആയിട്ട് നാട്ടിൽ വരുന്നെങ്കിൽ പോലും എൻ്റെ കാര്യം ഭയങ്കര റിസ്ക് ആയിരുന്നു. കാരണം ഒരു പാസ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ അയർലൻഡിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് സമയത്ത് വന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നെങ്കിൽ എനിക്കൊരു രേഖയുമില്ല. ആ സമയത്ത് മാതാവിൻ്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലം എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. എൻ്റെ വർക്ക് പെർമിറ്റ് കിട്ടി, എൻ്റെ പാസ്പോർട്ട് കറക്റ്റായ ടൈമിൽ കിട്ടി, എൻ്റെ വിസ റിന്യൂ ചെയ്ത് കിട്ടി. ഈ സമയത്തിൻ്റെ ഇടയിലാണ് എൻ്റെ ഭർത്താവിനും മോൾക്കും വേണ്ടി ഞാൻ ഡിപ്പെൻഡൻറ്റ് വിസ ഇന്ത്യൻ എംബസിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ. 1 വർഷം എത്തി കിട്ടാതിരുന്ന സാധനങ്ങൾ കൃത്യം 1 വർഷം എൻ്റെ ഈ ക്രൈസിസിൻ്റെ സമയത്ത് അവരുടെ വിസയും അടിച്ചായിരുന്നു. വിസ അടിച്ചപ്പോൾ എനിക്ക് ടെൻഷനായി, ഇവർ വന്നാൽ എന്ത് ചെയ്യും? എനിക്ക് പാസ്പോർട്ട് എക്സ്പയറി, എൻ്റെ GNIB, എൻ്റെ എല്ലാ കാര്യങ്ങളും എക്സ്പയർ ആയ സമയത്ത് ഇവരെ ഞാൻ എങ്ങനെ കൊണ്ടുവരും? ആ
ആ സമയത്ത് ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു എന്താ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് കൊണ്ടുവരും, നിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും, നീ പ്രാർത്ഥിക്കുന്നതല്ലേ. അങ്ങനെ ലാസ്റ്റ് മൂമെൻറ്റിൽ ഒരു ആഴ്ച ഹസ്ബൻഡ് വിസയൊക്കെ എക്സ്പയറി ആവേണ്ട ഒരു ആഴ്ചയ്ക്ക് ഉള്ളിൽ അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയും എൻ്റെ മോൾക്ക് ആ സമയം കൊണ്ട് അയർലൻഡിൽ ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഒരു നേഴ്സിംഗ് പഠിക്കാനുള്ള ഒരു ഇത് മാതാവ് സാധാരണ ഓഗസ്റ്റ് അഡ്മിഷൻ തുടങ്ങുന്നത് ജനുവരിയിലെ പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ തുടങ്ങണം. എൻ്റെ മോള് വെറും മെയ് മാസത്തിലാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിലൂടെ അതും കാര്യങ്ങളും ഭംഗിയായിട്ട് മാതാവ് നടത്തി തന്നു. ഇതെല്ലാം അമ്മ സമയബന്ധമായ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് അമ്മയുടെ മകനോട് പറഞ്ഞാൽ എന്ത് കാര്യവും സാധിക്കുമെന്നുള്ള ഉറപ്പായ വിശ്വാസമുണ്ട്. എന്നെ ധൈര്യപ്പെടുത്തുവാൻ എൻ്റെ ഭർത്താവിൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ എങ്ങനെയും സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും നീ എന്തിനാ പേടിക്കുന്നത്, അമ്മയുടെ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, സമയം പോലെ അമ്മ ആ നടത്തേണ്ട സമയത്ത് എല്ലാം ഭംഗിയായിട്ട് നടത്തി തരുമെന്ന് എന്നോട് പറയുമായിരുന്നു. ആ ഭർത്താവിൻ്റെ ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അമ്മയുടെ മധ്യസ്ഥതയോടെ തിരുക്കുമാരൻ കറക്റ്റായി എല്ലാ ടൈമിങ്ങിലും എല്ലാം നടത്തി തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് പേപ്പറും വാങ്ങിക്കൊണ്ടുപോയി ഇംഗ്ലീഷും മലയാളമൊക്കെ അവിടെ കൊണ്ടുപോയി എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ആരൊക്കെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരോടൊക്കെ കൃപാസനത്തിലെ മാതാവിൻ്റെ അത്ഭുത ശക്തി ഞാൻ പറഞ്ഞ് അവരോട് പറയും ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവിടുന്ന് കാശ് രൂപമൊക്കെ വാങ്ങി ഞാൻ കൊണ്ടുപോകാറുണ്ട്, അവർക്കെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. അവരെ പ്രാർത്ഥനയിൽ ഞാൻ അവരെ ഓർക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഓർഫണേജിനായാലും ഫുഡ് ഞാൻ ഇപ്പോൾ അവിടെ ആയതുകൊണ്ട് എനിക്ക് ഫുഡ് എനിക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ അത് ആരെങ്കിലോടും ഏൽപ്പിച്ച് ഫുഡുകൾ ഞാൻ കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കഴിവിനനുസരിച്ച് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നാട്ടിൽ BSc നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്തു. ഇത്രയൊക്കെ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നു. ഇനിയുള്ള എൻ്റെ തുടർ ജീവിതത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി തുടർന്നു പോകുവാൻ ഞങ്ങളെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്നും ഇതിനോടൊപ്പം എൻ്റെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ സന്നിധിയിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും ഈശോയെ അവരുടെ എല്ലാ ആവശ്യങ്ങളും മാതാവിൻ്റെ മുമ്പിൽ നിരത്തി ഞാൻ കൊടുക്കുകയാണ്. എല്ലാവരെയും നീ ചേർത്തണച്ച് നിൻ്റെ തിരുക്കുമാരൻ്റെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എല്ലാവരെയും ഉയർത്തണമെന്ന് ഞാൻ ഈ തിരുനടയിൽ നിന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലത വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാന്മാരാക്കുന്നു. സങ്കീർത്തനം 94:19 എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലത വർദ്ധിക്കുമ്പോൾ അങ്ങ് എനിക്ക് ആശ്വാസം നൽകുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൂടുമ്പോൾ, പ്രതിസന്ധികൾ കൂടുമ്പോൾ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ വരുമ്പോൾ, ഇവയെല്ലാം നമ്മെ തകർക്കുമ്പോഴും ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ആശ്വാസം നൽകാനും നമ്മളെ ശക്തിപ്പെടുത്തുവാനും അവർ നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് ഉടമ്പടി മക്കൾക്ക് വിശ്വസിക്കാവുന്ന ഒരു വലിയ കാര്യം. ഈ മക്കൾ സഹോദരിമാരാണ് റീന, ബെനിയും, ഷീന, ജയും. ഈ സഹോദരിമാരുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാകുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുടെ സമയങ്ങളിലും ഇവർ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ വിടാതെ പ്രാർത്ഥിക്കുന്നതാണ്. കാനായിലെ വിവാഹത്തിൽ പരിശുദ്ധ അമ്മ അവിടെ വീഞ്ഞില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ ഇവർക്കിനി ആശ്വാസമില്ല, ഇവരെ സഹായിക്കണമെന്ന് ഈശോയോട് പറയുമ്പോഴാണ് ഈശോ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആലയത്തിൽ വന്ന് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അമ്മയുടെ മുന്നിൽ നിരത്തി വയ്ക്കുമ്പോഴാണ് നമുക്കും ഒരാശ്വാസം ലഭിക്കുന്നത്, ഒരു സമാധാനം ലഭിക്കുന്നത്. ആശങ്കയിൽ സമാധാനവും ഭയത്തിൽ ധൈര്യവും കണ്ണുനീരിൽ പ്രതീക്ഷയുമാണ് നമുക്ക് ഈ ആലയത്തിൽ നിന്ന് ലഭിക്കുന്നത്. റീന ബെന്നി എന്ന മകളുടെ സാക്ഷ്യത്തിൽ ആ മകൾ പറഞ്ഞു, UK നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്ന പാർട്ട് ടൈം ജോബിൽ വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ്.
ഫയൽ മാറിപ്പോയപ്പോൾ വളരെ ഡിഫിക്കൽട്ട് സമയത്താണ് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഇവർക്ക് മനസ്സിലാക്കിയത്. പാർട്ട് ടൈം ജോബിലായിരുന്നു. ലൈറ്റ് ക്യാൻഡിലിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആ പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പിൻ നമ്പർ സേഫ് ആകാനായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഒരാപത്തും കൂടാതെ ഓരോരോ വ്യക്തികളുടെ ഇടപെടൽ കൂടെയാണ് ആ ഫയലിൻ്റെ പ്രോബ്ലം സെറ്റിലായത്. പിന്നീട് വന്ന് ഈ മകളുടെ ഒരു വീടിന് വേണ്ടി, ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതും ഓരോ വർഷങ്ങൾക്ക് ശേഷമാണ് വീടൊരു റെനോവേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അതും പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ ഇവരുടെ കൂടെ നിന്നുകൊണ്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. ഇവരുടേതായ രീതിയിലാണ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മുൻകൈയെടുത്തത്. ഓരോ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവരുടെ മനസ്സിലാക്കി സാമ്പത്തിക സഹായം കൊടുക്കുവാൻ മറന്നില്ല. അതുപോലെ തന്നെയാണ് ഷീന ജയുടെ കാര്യത്തിലും. അയർലൻഡിൽ ജോലി ലഭിച്ചത് ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഒരു മാസത്തിന് ഉള്ളിൽ ഈ മകൾക്ക് വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യാനും എല്ലാം കാലതാമസമില്ലാതെ ഈ മകൾക്ക് എല്ലാം ചെയ്ത് നടത്തി ഈ മകൾക്ക് അയർലൻഡിൽ ജോലിക്ക് പോകാൻ സാധിച്ചു. പിന്നീടുണ്ടായിരുന്ന വിഷമസന്ധികളാണ് പെർമിറ്റ് റിന്യൂ ചെയ്യാനുള്ള കാലതാമസവും പാസ്പോർട്ട് റിന്യൂ ചെയ്യാനുള്ള കാലതാമസവും. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഈ മകൾ വിശ്വാസം കൈവിടാതെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഓരോ കാര്യങ്ങളിലും ഈശോയുടെ അമ്മയുടെ ഇടപെടൽ ഈ മകൾക്ക് മനസ്സിലായത്. പിന്നീട് ഓരോ വ്യക്തികളിൽ കൂടെയാണ് ഈ മകൾക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യാനും വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യാനും എല്ലാം സാധിച്ചത്. ഇതും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു ഇടപെടലാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അമ്മയെ കൈവിടാതെ ജീവിച്ചപ്പോഴും ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഏത് കഷ്ടതകളിലും ദുരിതങ്ങളിലും ഇവർ ഏത് പ്രതിസന്ധികളാണെങ്കിലും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന്തരിക സുരക്ഷയും സമാധാനവുമാണ് കൃപാസനത്തിൽ സാക്ഷ്യമായിട്ട് ഈ മക്കൾ പറയുന്നത്. ജീവിതത്തിലെ കുരിശുകളിലും കണ്ണുനീരിലും അമ്മ മാതാവ് നമ്മെ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കുന്നില്ല. കാൽവരിയിൽ പോലും ഈശോയുടെ കൂടെ നിന്ന അമ്മയാണ് നമ്മുടെ ഓരോ അവസ്ഥകളിലും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൈ പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും എല്ലാ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും നമുക്ക് ഈശോയുടെ അമ്മയുടെയും കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതം, നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അമ്മ മാതാവ് നമ്മെ യേശുവിൻ്റെ അഭയസ്ഥാനത്തിൽ നമ്മളെയും മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോയുടെ അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. റീന ബെന്നിക്കും ഷീന ജയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വം